Dear students, എല്ലാവർക്കും ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്, ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ സുവോളജി അധ്യാപകനാണ്. ഓക്കെ, ഇന്ന് നമ്മൾ +2 സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അതിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ ഈ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന, നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വിജയ ആശംസകൾ ഞാൻ നേരുന്നു. നമുക്കറിയാം, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. NMCയുടെ പുതിയ സിലബസ് അനുസരിച്ച് അപ്ഡേഷൻ വന്നിട്ടുള്ള ഒരു സുവോളജി ടോപ്പിക്കാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ തുടങ്ങിയ 2 ടോപ്പിക്കുകൾ ഈ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈവ് സെഷനിൽ ആ 2 ടോപ്പിക്കും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് പോകുമ്പോൾ അതിനോടൊന്ന് തന്നെ ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ലൈവ് സെഷനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, പല കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവും. കഴിഞ്ഞ നീറ്റ് എക്സാമിന് ഈ ചാപ്റ്ററിൻ്റെ മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണ്, എത്ര ക്വസ്റ്റ്യൻസാണ് ഈ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ വരിക എന്നൊരു ഡൗട്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. 2017 നീറ്റ് എക്സാമിന് ഈ ചാപ്റ്ററിൽ 4 ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. 4 ക്വസ്റ്റ്യൻസ്. 2018 ആകുമ്പോഴേക്കും വീണ്ടും 4 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നു. 2019 ഒരു ക്വസ്റ്റ്യൻ കുറഞ്ഞു അല്ലേ, 3 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. 2020 ഫേസ് 1-ൽ 3 ക്വസ്റ്റ്യൻ, ഫേസ് 2-ൽ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റൈറ്റ്. 2021 ആകുമ്പോഴേക്കും 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2022 2 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. 2023 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ മിനിമം 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായി നമുക്ക് നോക്കിയാലോ. യെസ്, അധികം സമയം പോകണ്ട. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ്റർഫെറോൺസ് ആർ സെക്രീറ്റഡ് ബൈ. ആരാണ് ഇൻ്റർഫെറോൺസിനെ സെക്രീറ്റ് ചെയ്യുക? നിങ്ങൾ ഇമ്മ്യൂണിറ്റി പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന 4 ബാരിയേഴ്സ് നമ്മളെ ബോഡിയിലുണ്ട്. ഒന്ന് ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, സെല്ലുലാർ ബാരിയർ ആൻഡ് സൈറ്റോകൈൻ ബാരിയർ. അപ്പം മക്കളെ ശ്രദ്ധിക്കുക, ഇൻ്റർഫെറോൺസ് സൈറ്റോകൈൻ ബാരിയറിൽ വരുന്നതാണ്. ദാറ്റ് പ്രൊവൈഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ് സൈറ്റോകൈൻ ബാരിയർ. ഓക്കെ, അപ്പോൾ ചോദ്യം, ഇൻ്റർഫെറോൺസ് അതിന് ആരാണ് സെക്രീറ്റ് ചെയ്യുക? നമുക്ക് നോക്കിയാലോ. യെസ്, അപ്പോൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇതൊരു സെല്ല് ആണ്. ഓക്കെ, റൈറ്റ്. ഇതൊരു മക്കളെ നോക്കുക, ഇതൊരു സെല്ല് ആണ്. ഈ സെൽസിനെ ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്തു. എന്താ, ഇതൊരു വൈറസാണ്. ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്തു. ഈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് എന്ത് റിലീസ് ചെയ്യും? ഒരു കെമിക്കൽ റിലീസ് ചെയ്യും. നോൺ സ്പെസിഫിക് പ്രോട്ടീനെ റിലീസ് ചെയ്യും. ആ നോൺ സ്പെസിഫിക്കായ ഈ പ്രോട്ടീനെ നമ്മൾ വിളിച്ച പേരാണ് ഇൻ്റർഫെറോൺ. എന്ത് വിളിച്ചു? ഇൻ്റർഫെറോൺ എന്ന് വിളിച്ചു. ആ ഇൻ്റർഫെറോൺ എന്ത് ചെയ്യുന്നു അറിയോ? നൈബറിങ് സെൽസ് ഉണ്ടല്ലേ, കുറേ നൈബറിങ് സെൽസ് ഉണ്ട്. ആ നൈബറിങ് സെൽസിൽ ഇൻ്റർഫെറോൺ ബൈൻഡ് ചെയ്യാൻ ഉള്ള എന്നുണ്ട് റിസപ്റ്റേഴ്സ് കാണാൻ പറ്റും. ആ റിസപ്റ്റേഴ്സിൽ ഇൻ്റർഫെറോൺ എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഇനി ഈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിൽ എന്ത് സംഭവിക്കും? അവിടെ ഉറപ്പായിട്ടും വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അങ്ങനെ കുറേ ന്യൂ വൈറസ് ഫോം ചെയ്യും. അപ്പോൾ ഈ ന്യൂ വൈറസുകൾ എന്ത് ചെയ്യും? പുറത്തേക്ക് റിലീസ് ചെയ്യും. അതെന്ത് ചെയ്യും? നൈബറിങ് സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. പക്ഷേ ഇൻ്റർഫെറോൺ എന്ന ആ നോൺ സ്പെസിഫിക് പ്രോട്ടീൻ ഈസ് ആക്ട് ആസ് എ ആൻറ്റി viral
ഏജൻ്റായിട്ട് ആൻറ്റി വൈറൽ പ്രോട്ടീനായിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അങ്ങനെ ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷൻ ഇൻസൈഡ് ദി സെൽ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. ഒരിക്കലും ഇവിടെ ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷൻ ഈ സെൽസിൽ നടക്കില്ല. അപ്പോൾ ആക്ച്വലി ഇൻ്റർഫിയർ എന്ന് വെച്ചാൽ ഇൻ്റർഫെറോണിൻ്റെ ഫങ്ഷൻ ഇറ്റ് ഇൻ്റർഫിയർ ദ റെപ്ലിക്കേഷൻ ഓഫ് വൈറസ് ഇൻസൈഡ് ദി സെൽ. അങ്ങനെ നൈബറിങ് സെൽസിനെ വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നിന്നും എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഈ വൈറസ് ഇൻഫെക്റ്റ് ചെയ്തില്ലേ, ഏത് സെല്ലാണോ ഇൻ്റർഫെറോൺ ഉണ്ടാക്കിയത് ആ സെൽസ് ഉറപ്പായിട്ട് ഡിസ്ട്രോയ് ചെയ്യും. അതിന് ഒരിക്കലും ഇൻ്റർഫെറോൺ മൂലം രക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നൈബറിങ് സെൽസിന് എന്ത് ചെയ്യാൻ പറ്റും, വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷനും രക്ഷിക്കാൻ പറ്റും. ദാറ്റ്സ് അബൌട്ട് ഇൻ്റർഫെറോൺ പ്രൊവൈഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ മക്കൾക്ക് മനസ്സിലായില്ലേ? ക്യാൻ യു ഫോളോ മീ? യെസ്. അപ്പോൾ നോക്കിയേ, ഇൻ്റർഫെറോൺ ആരാണ് സെക്രീറ്റ് ചെയ്യുക? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലിവർ ആണോ? അല്ല. ലിവർ ഇസ് മേഡപ്പ് ഓഫ് ഹെപ്പാറ്റോസൈറ്റ്സ്. അല്ല. ദെൻ സ്പ്ലീൻ ആണോ? നോ. ആരാണ്? വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുക. അല്ല, നോർമൽ ലിംഫോസൈറ്റ് ഒന്നും അല്ല. ദെൻ അമംഗ് ദി 4 ഓപ്ഷൻ, ഓപ്ഷൻ 3 ഈസ് മക്കൾ നോക്കൂ, ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസാണ് ഇൻ്റർഫെറോണിനെ സെക്രീറ്റ് ചെയ്യുക. മക്കൾക്ക് മനസ്സിലായില്ലേ? ക്യാൻ യു ഫോളോ മീ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. അപ്പോൾ മക്കൾ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. റൈറ്റ്. ദ ക്ലാസ് ഓഫ് ആൻറ്റിബോഡീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻവോൾവ്ഡ് ഇൻ ദി അലർജിക് റിയാക്ഷൻസ്. അലർജിക് റിയാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഇതിൽ ഏത് ആൻറ്റിബോഡി ആണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻറ്റിബോഡിയെക്കുറിച്ച് പഠിച്ചാലോ. ആൻറ്റിബോഡി നമ്മൾക്കറിയാം എത്ര ടൈപ്പ് ആൻറ്റിബോഡി ഉണ്ട്. IgG ഉണ്ട് അല്ലേ, IgA ഉണ്ട്, IgM ഉണ്ട്, IgE ഉണ്ട്, അതേപോലെ IgD ഉണ്ട്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ നോക്കിയേ, GAMED, ഗെയിംഡ് എന്നോർത്താൽ മതി. എളുപ്പമല്ലേ? ഗെയിംഡ് എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. ബട്ട് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡി GAMED, ഗെയിംഡ്. മക്കളെ നോക്കാം, ഓരോന്നിൻ്റെ ക്യാരക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെഡി. ഫസ്റ്റ് IgG ആണെങ്കിൽ സ്മോളസ്റ്റ്, നമ്മളെ ബോഡിയിലെ ഏറ്റവും ചെറിയ ആൻറ്റിബോഡിയാണ്. അതുമാത്രമല്ല മോസ്റ്റ് എബണ്ടൻ്റ്, ഏറ്റവും കൂടുതൽ ഉള്ള ആൻറ്റിബോഡിയും IgG ആണ്. ഇറ്റ് ക്യാൻ ക്രോസ് പ്ലാസൻ്റ വഴി അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പോകുന്നതും ഏത് ആൻറ്റിബോഡിയാണ്? IgG ആണ്. റെഡിയല്ലേ? ഇനി IgAയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ IgAയുടെ പെക്യുലാരിറ്റി, നമുക്ക് IgA എവിടെയൊക്കെ കാണാൻ പറ്റും? ഫസ്റ്റ് മിൽക്കായിട്ടുള്ള കൊളോസ്ട്രം, റൈറ്റ്, ടിയർ, ഇവിടെയൊക്കെ നമുക്ക് IgAനെ കാണാൻ പറ്റും. ഓക്കെ, അതൊരു ഡൈമറാണ്. യെസ്. IgMൻ്റെ പ്രത്യേകത ഇസ് എ ലാർജസ്റ്റ് ആൻറ്റിബോഡി, ഏറ്റവും വലിയ ആൻറ്റിബോഡിയാണ്. നിങ്ങൾ ബ്ലഡ് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. അപ്പോൾ അതിൽ പ്ലാസ്മയിൽ നമുക്ക് ആൻറ്റിബോഡി A, ആൻറ്റിബോഡി B കാണുന്നില്ലേ? അപ്പോൾ ആൻറ്റിബോഡി A, ആൻറ്റിബോഡി B ശരിക്കും പറഞ്ഞാൽ IgMൽ വരുന്ന ആൻറ്റിബോഡിയാണ്. അപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഡീഷണൽ പോയിൻ്റ് ലഭിക്കുമ്പോൾ, പുതിയ പോയിൻറ്റ്സ് ലഭിക്കുമ്പോൾ നിങ്ങൾ ആ നോട്ട് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയാൽ അതിൽ കാണുന്ന ആൻറ്റിബോഡി A ആൻഡ് ആൻറ്റിബോഡി B ബിലോങ്സ് ടു IgM ആൻറ്റിബോഡി. ഇനി IgE ആണ് മോസ്റ്റ്ലി അലർജിക് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന ആൻറ്റിബോഡി, IgE ആണ്. IgD നമുക്കറിയാം B സെൽസിൻ്റെ സർഫസിൽ ആക്ട് ആസ് എ B സെൽസ് റിസെപ്റ്റർ. B സെൽ റിസെപ്റ്ററായിട്ട് ആര് ആക്ട് ചെയ്യും? IgD ആക്ട് ചെയ്യും. അപ്പം മക്കളെല്ലാവരും നോക്കിയേ, അലർജിക് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത് ഇതിലേത് ആൻറ്റിബോഡിയാണ്? IgA ആണോ? നോ.
IgD ആണോ അല്ല, IgE ആണോ യെസ്, IgBg ആണോ അല്ല, then among the 4 option 3 IgE ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഡിസ്കഷനിൽ പങ്കെടുക്കുക. ഓക്കെ റൈറ്റ്. അപ്പോൾ IgE. ഇനി അതിൽ മറ്റൊരു പ്രത്യേകമുണ്ട്, പ്രൈമറി റെസ്പോൺസ് നിങ്ങൾ പഠിച്ചു. ഒരു ആൻറ്റിജൻ ബോഡിയിൽ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി റെസ്പോൺസ് കാണിക്കും. അതിന് കാരണമായിട്ടുള്ളത് ഏത് ആൻറ്റിബോഡിയാണ്? ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി IgM ആണ്. സെക്കൻഡറി റെസ്പോൺസ്, സെക്കൻഡറി അഥവാ അനാംനസ്റ്റിക് റെസ്പോൺസ് സമയത്ത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി IgG ആണ്. അപ്പോൾ ഈ പോയിൻ്റ് കൂടി മക്കൾ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ IgE എങ്ങനെ അലർജിക് റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഒരു അലർജൻസ് വന്നു കഴിഞ്ഞാൽ ഈ IgE ഏത് സെൽസിനെ? മാസ്റ്റ് സെൽസിനെ പോയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അപ്പം മാസ്റ്റ് സെൽസിനെ ബൈൻഡ് ചെയ്യും. അപ്പം മാസ്റ്റ് സെൽസ് റിലീസ് കെമിക്കൽസ്. ഏതൊക്കെ കെമിക്കൽസ് റിലീസ് ചെയ്യും? ഹിസ്റ്റമിൻ, റൈറ്റ്. അതേപോലെ സെറോട്ടോണിൻ തുടങ്ങിയ കെമിക്കൽസ് റിലീസ് ചെയ്യും. അതാണ് ദിസ് കെമിക്കൽസ് റെസ്പോൺസിബിൾ ഫോർ അലർജിക് റിയാക്ഷൻസ്. അപ്പം മക്കളെ മനസ്സിലായില്ലേ? യെസ്. ഇത്രയുമായാൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ? നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? റെഡി അല്ലേ? മക്കളെ മനസ്സിലാവുന്നില്ലേ? യെസ്. എല്ലാവരും കൃത്യമായിട്ട് ആൻസർ പറയുക. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. റൈറ്റ്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ സെൽസ് ഓഫ് ദി മലിഗ്നൻ്റ് ട്യൂമർ എക്സിബിറ്റ് ട്രൂ ട്യൂമർ, മലിഗ്നൻ്റ് ട്യൂമർ ഇതിലേതാണ് എക്സിബിറ്റ് ചെയ്യുന്നത്? നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. മെറ്റാസ്റ്റാസിസ്, ഇത് ഒരു മലിഗ്നൻ്റ് ട്യൂമറിൻ്റെ മോസ്റ്റ് ഫിയർഫുൾ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ട്രൂ ക്യാൻസർ സെൽസിനെ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഒരു നോർമൽ സെൽസിനെ കൂടി ക്യാൻസറസ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്യാൻസറാണ് ഇത്. അതിൻ്റെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, മെറ്റാസ്റ്റാസിസ്. ഇവിടെ ക്യാൻസർ സെൽസിന് മറ്റൊരു നോർമൽ സെൽസിനെ പോയി ബൈൻഡ് ചെയ്തിട്ട് അതിനും ക്യാൻസറസ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ദ മോസ്റ്റ് ഫിയർഫുൾ പ്രോപ്പർട്ടി ഓഫ് മലിഗ്നൻ്റ് ട്യൂമർ മെറ്റാസ്റ്റാസിസ് ആണ്. മക്കളെ റെഡി അല്ലേ? യെസ്. എന്ന് നോക്കാം. കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ. ഇപ്പോൾ ക്യാൻസർ സെൽസിന് കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ ഇല്ല. ഇപ്പോൾ നമുക്കറിയാം കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു നോർമൽ സെൽ ഡിവൈഡ് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു. ഒരു പരിധിക്കപ്പുറത്ത് നോർമൽ സെൽസിന് ഡിവൈഡ് ചെയ്യാനോ പ്രോലിഫറേറ്റ് ചെയ്യാനോ മൾട്ടിപ്പിൾ ചെയ്യാനോ പറ്റൂല. കാരണം നെയ്ബറിങ് സെൽസിൻ്റെ കോണ്ടാക്റ്റ് മൂലം ഈ സെൽസിൻ്റെ ഫർദർ ഡിവിഷൻ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. പക്ഷേ ക്യാൻസറിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പം നെയ്ബറിങ് സെൽസിനെ നോർമൽ സെൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്യാൻസർസ് ആർ മോസ്റ്റ് സ്ട്രോങ്ങർ. ഇപ്പം നമുക്ക് ലാർജ് ന്യൂക്ലിയസ്, കുറേ റൈബോസോം അല്ലേ, അങ്ങനെ എല്ലാ തരത്തിലും മോസ്റ്റ്ലി ആക്റ്റീവായിട്ടുള്ളത് സെല്ലാണ് ക്യാൻസർ സെൽ. അപ്പോൾ എന്ത് സംഭവിക്കും? നെയ്ബറിങ് സെൽസിന് കൊടുക്കേണ്ട ഫുഡ് അടക്കം എന്ത് ചെയ്യും? ഈ ക്യാൻസർ സെൽ എടുക്കും. കാരണം വേഗത്തിൽ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് ഉണ്ട്. അപ്പോൾ ഒരിക്കലും കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ ക്യാൻസർ സെൽസിൻ്റെ പ്രോപ്പർട്ടി അല്ല. ഹൈ ഡിഫറൻസിയേഷൻ, ഒരിക്കലും ക്യാൻസർ സെൽസിന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാക്കാനോ ഫങ്ഷൻ ചെയ്യാനോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനോ കഴിവ് അവർക്കില്ല. ഇപ്പോൾ നോർമൽ ഫങ്ഷൻ ചെയ്യാനുള്ള കഴിവില്ല. അവരിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ഭാഗം മൊത്തം ഇനാക്റ്റീവ് ആകുന്നു എന്നാണ് മീനിങ്. സ്ലോ പ്രോലിഫറേഷൻ അല്ല, ഇറ്റ് എക്സിബിറ്റ് ഹൈ പ്രോലിഫറേഷൻ, വേഗത്തിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു മലിഗ്നൻ്റ് ട്യൂമർ എക്സിബിറ്റ് മക്കളെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ 1 മെറ്റാസ്റ്റാസിസ്. ഇപ്പം മെറ്റാസ്റ്റാസിസ് ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ മക്കൾ റെഡി അല്ലേ? എല്ലാവർക്കും ഈ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഏതെങ്കിലും ഡിസ്കഷൻ, ഏതെങ്കിലും ഫർദർ എക്സ്പ്ലനേഷൻ മക്കൾക്ക് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. യെസ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 1 മെറ്റാസ്റ്റാസിസ്. റെഡി? യെസ്. ഇപ്പോൾ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ സെർവ് ആസ് ദി സൈറ്റ് ഓഫ്.
ഇപ്പം നമുക്കറിയാം ലിംഫോയിഡ് ഓർഗൻസ് ആർ ഓർഗൻസ് ഇൻ വിച്ച് ഒറിജിൻ, മെച്ചുറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ലിംഫോസൈറ്റ് ഒക്കർ. ഇപ്പം നമ്മുടെ ബോഡിയിൽ 2 ടൈപ്പ് ലിംഫോയിഡ് ഓർഗൻ ഉണ്ട് അല്ലേ മക്കളെ? ഒന്ന് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്. ഓക്കെ, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഉണ്ട്. അതേപോലെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആൻഡ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. നമുക്കറിയാം പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ്റെ പ്രത്യേകത ഇവിടെ വെച്ചാണ് ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു? ഒറിജിൻ ആൻഡ് ലിംഫോസൈറ്റിൻ്റെ എന്ത് സംഭവിക്കുന്നു? മെച്ചുറേഷൻ. അത് മാത്രമല്ല ദേ അക്വയർഡ് ആൻറ്റിജൻ ബൈൻഡിങ് റിസപ്റ്റർ. ഇതൊക്കെ ഉണ്ടാകുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ വെച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം മഹാഭാരതം അതേപോലെ അല്ലേ രാമായണമൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഗുരുകുലം നിങ്ങൾക്കറിയാം. ഈ ഗുരുകുലത്തിൽ വെച്ചാണ് എല്ലാ യോദ്ധാക്കളും ഉണ്ടാവുക. എല്ലാ അസ്ത്രവിദ്യ പഠിക്കും, ഗദ അല്ലേ എങ്ങനെ കൈകാര്യം ചെയ്യാൻ എല്ലാം പഠിക്കും. അപ്പോൾ ഒരു യോദ്ധാവ് ഉണ്ടാവുന്നത് എവിടെ വെച്ചാണ്? ഗുരുകുലത്തിൽ വെച്ചാണ്. അപ്പോൾ ഈ ഒരു യോദ്ധാവ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഗുരുകുലത്തിൽ വെച്ച് അദ്ദേഹം ശത്രുക്കളുമായിട്ട് യുദ്ധം നടക്കില്ല. അവർ നേരെ യുദ്ധമുഖത്തേക്ക് പോകും. അവിടെ വെച്ചാണ് ശത്രുക്കളെ കൊല്ലുക. അപ്പോൾ ശത്രുക്കളെ കൊല്ലുന്ന ഏരിയ ഇവിടെ ഏതാണ്? സെക്കൻഡറി. അപ്പോൾ നമ്മുടെ ഇതിഹാസപ്രകാരം ഒരു യോദ്ധാവ് ആയിട്ടുള്ള ലിംഫോസൈറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നു, മെച്ചുറാകുന്ന അല്ലേ എല്ലാം പഠിക്കുന്ന സ്ഥലം എവിടെയാണ്? ഗുരുകുലമായ പ്രൈമറി ലിംഫോയിഡ് ഓർഗനാണ്. എല്ലാം പഠിച്ചതിന് ശേഷം അവർ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ, യുദ്ധമുഖത്തേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുക? ആൻറ്റിജനെ കൊല്ലുക. അപ്പോൾ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ഈസ് എ സൈറ്റ് ഫോർ ഇൻറ്ററാക്ഷൻ അല്ലേ ഓഫ് ലിംഫോസൈറ്റ് വിത്ത് ആൻറ്റിജൻ. ഇപ്പോൾ ലിംഫോസൈറ്റ് ആൻറ്റിജനുമായിട്ട് ഇൻറ്ററാക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എക്സാമ്പിൾ ബോൺ മാരോ, തൈമസ്. സെക്കൻഡറിക്ക് എക്സാമ്പിൾ ടോൺസിൽ വരും, ലിംഫ് നോഡ് വരും, വെർമിഫോം അപ്പൻഡിക്സ് വരും, പേസ് പാച്ചസ്. ഇതൊക്കെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗന് എക്സാമ്പിളാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ സെർവ് ആസ് ദി സൈറ്റ് ഓഫ് ഒന്ന് ആൻറ്റിബോഡി ഫോർമേഷൻ ആണോ? അല്ല. ലിംഫ് ഫോർമേഷൻ ആണോ? അതല്ല. ബ്ലഡ് ലിംഫൊക്കെ ഉണ്ടാകുന്നത് ബോൺ അല്ലേ, നമുക്കറിയാം അതും വരുന്നില്ല അല്ലേ. ലിംഫോസൈറ്റ് ടു എൻകൗണ്ടർ ആൻഡ് ബൈൻഡ് ടു ആൻജൻ ആണോ? ഇല്ല, അതുമില്ല. അത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ വെച്ചാൽ നടക്കുക. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ അവിടെ വെച്ച് നടക്കുക. പ്രൈമറി, സെക്കൻഡറി. പിന്നെ ഏതാണ് വരിക? ലിംഫോസൈറ്റ് ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ. അപ്പോൾ ലിംഫോസൈറ്റ് ഉണ്ടാകുന്നു, അത് മെച്ചുറാകുന്ന സ്ഥലമാണ് എവിടെ? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. എമംഗ് ദി 4 ഓപ്ഷൻ 4 ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ നമ്മൾ പറഞ്ഞു. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാ മക്കൾക്കും മനസ്സിലായില്ലേ? ഈ പാർട്ട് സെറ്റല്ലേ? പ്രൈമറി, സെക്കൻഡറി. റെഡി? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് ഫർദർ എക്സ്പ്ലനേഷൻ മക്കൾക്ക് ആവശ്യമുണ്ടോ? റെഡി അല്ലേ? യെസ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്മൾക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് നോക്കാം. Innate immunity is non-specific type of defense that is present at the time of birth. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. നമുക്കറിയാം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മൾ വിളിക്കുന്ന പേര് തന്നെ ഇൻബോൺ ഇമ്മ്യൂണിറ്റി എന്നാണ്. ബർത്ത് സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇത് സ്പെസിഫിക് അല്ല, നോൺ സ്പെസിഫിക്. അല്ലാതെ ഇന്ന ആൻറ്റിജന് ഇന്ന ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്പെസിഫിക്കായി ഡെവലപ്പ് ചെയ്യുന്ന
ഇമ്മ്യൂണിറ്റി അല്ല ഇത്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോൺ സ്പെസിഫിക് ആണ്. ഇത് മെമ്മറിയുടെ ബേസിൽ പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണിറ്റിയും അല്ല. ഇത് നമുക്ക് തരാൻ വേണ്ടി ഒരു 4 ബാരിയേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സൈറ്റോകൈൻ, സെല്ലുലാർ ബാരിയർ. അപ്പോൾ മക്കളെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്പോൺസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് പാത്തോജൻ സ്പെസിഫിക് ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെമ്മറി. ഇപ്പോൾ ചോദ്യം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? അപ്പോൾ എല്ലാ മക്കളും ഒന്ന് റെസ്പോൺസ് ചെയ്യേ. നിങ്ങൾ ഒന്ന് പറഞ്ഞ് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഒന്ന് വേഗത്തിൽ പറയാം. ട്രൂ ആണോ ഫോൾസ് ആണോ? ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഒന്നെല്ലാവരും ഒന്ന് റെസ്പോൺസ് ചെയ്യും, നോക്കട്ടെ. യെസ്, യെസ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. ട്രൂ ആണ്. ഓക്കെ. നമുക്കൊരു അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് അതർവൈസ് കോൾഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ നമ്മൾ ബർത്തിന് ശേഷം നമ്മൾ അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇത് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. ഇത് മെമ്മറിയുടെ ബേസിൽ പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണിറ്റിയും കൂടിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. റെഡി അല്ലേ? യെസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി വരാണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പ്രൈമറി, സെക്കൻഡറി റെസ്പോൺസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതായിരിക്കും. ഓക്കെ. ഇനി മൂന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. മെമ്മറി ബേസ്ഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ഇൻ ഹയർ വെർട്ടിബ്രേറ്റ് ബേസ്ഡ് ഓൺ എബിലിറ്റി ടു ഡിസ്റ്റിങ്ക്വിഷ് സെൽഫ് ഫ്രം നോൺ സെൽഫ്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളെ ബോഡിക്ക് സെൽഫിനെ നോൺ സെൽഫിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ, വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സെൽഫിനെ നോൺ സെൽഫ് അല്ലെ, സെൽഫിനെയും നോൺ സെൽഫിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള എബിലിറ്റി നേടിക്കൊണ്ട് നമുക്കറിയാം നമ്മൾ മെമ്മറി ബേസിൽ പ്രവർത്തിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാനുള്ള കഴിവ് വെർട്ടിബ്രേറ്റ്സിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ട്രൂ ആണ്. അപ്പോൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്, മെമ്മറി ബേസ്ഡ് ഇമ്മ്യൂണിറ്റി ആണ്. അതിന് കുറേ യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് സെൽഫിനെയും നോൺ സെൽഫിനെയും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി പാസീവ് ഇമ്മ്യൂണിറ്റി ഈസ് സ്ലോ ആൻഡ് ടേക്സ് ടൈം ടു ഗിവ് ഇറ്റ്സ് ഫുൾ ഇഫക്റ്റീവ് റെസ്പോൺസ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? അപ്പോൾ ചോദ്യം മക്കളെ നിങ്ങളോടാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്. ഈ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പാസീവ് ഇമ്മ്യൂണിറ്റി സ്ലോ ആണോ ക്വിക്ക് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, ട്രൂ ഓർ ഫോൾസ്? എല്ലാവരും ഒന്ന് വേഗത്തിൽ ഒന്ന് റെസ്പോൺസ് ചെയ്ത്. ചില കുട്ടികൾ മാത്രം പറയുന്നുണ്ട് ട്രൂ പറഞ്ഞു, ഫോൾസ് ഒരു കുട്ടി. ഓക്കെ, ഫോൾസ് ഫോൾസ് ഫോൾസ്. ഓക്കെ, എല്ലാവരും ഫോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പഠിച്ചു, പാസീവ് ഇമ്മ്യൂണിറ്റി പഠിച്ചു അല്ലേ? അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് പാസീവ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തമ്മിൽ ഡിഫറൻസ്? ആദ്യം പഠിക്കേണ്ട പോയിൻ്റ്, ഈ രണ്ട് ഇമ്മ്യൂണിറ്റിയും നമ്മൾക്ക് തരുന്നത് ആര് തന്നെയാണ്? ആൻറ്റിബോഡി. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് ആര് തരും? ആൻറ്റിബോഡി തരും. പാസീവ് ഇമ്മ്യൂണിറ്റിയും ആര് തരും? ആൻറ്റിബോഡി. അപ്പോൾ രണ്ട് ഇമ്മ്യൂണിറ്റിയും നമ്മൾക്ക് നൽകുന്നത് ആൻറ്റിബോഡി തന്നെയാണ്. ഇപ്പോൾ ഡിഫറൻസ് ഇത്രയാണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ദിസ് ആൻറ്റിബോഡി ആര് പ്രൊഡ്യൂസ് ചെയ്യും? ദിസ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ഓൺ ബോഡി. നമ്മളെ ബോഡി തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൻറ്റിബോഡി എഗെയിൻസ്റ്റ് ആൻജൻ. ഒരു ആൻജൻ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളെ ബോഡി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൻറ്റിബോഡി. ഓക്കെ, ഇവിടെ നോക്കിയേ, ഒരു ആൻജൻ നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രൈമറി റെസ്പോൺസ് കാണിക്കും. മെമ്മറി ബി സെൽസ് ടി സെൽസ് ഉണ്ടാക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് റെസ്പോൺസ് കാണിക്കും. അപ്പോൾ ഇവിടെ മെമ്മറി സെൽസ് ഉണ്ടാകാനുള്ള മെമ്മറി സെൽസ് ഉണ്ടാകാനുള്ള സ്കോപ്പ് ഉണ്ട്.
ഇവിടെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ മെമ്മറിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതൊരിക്കലും ക്വിക്കല്ല, സ്ലോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്ലോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഇവിടെ മെമ്മറി സെൽസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കാലം അല്ലേ, ലോങ് ലാസ്റ്റിംഗ്, ലോങ് ഡ്യൂറേഷൻ നമ്മുടെ കൂടെ ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇവിടെ മെമ്മറി സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. പാസീവ് ഇമ്മ്യൂണിറ്റി അങ്ങനെയല്ല, ഇതും ആൻറ്റിബോഡി വഴി തന്നെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി നമുക്ക് ലഭിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ഏത് ആൻറ്റിബോഡി, റെഡിമെയ്ഡ് ആൻറ്റിബോഡി വഴിയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി. എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആൻറ്റിബോഡി നമ്മൾ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയ ആൻറ്റിബോഡി ഉള്ളിലേക്ക് ഇടുമ്പോൾ ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിരിക്കും. ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിരിക്കും. പക്ഷെ ആ കുത്തിവെച്ച ആൻറ്റിബോഡിക്ക് മക്കളെ ഒരു ലൈഫ് സ്പാൻ ഇല്ലേ, അത് കഴിയുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. അപ്പോൾ നോക്കാം, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മക്കൾ നോക്കൂ. യെസ്, എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പാസീവ് ഇമ്മ്യൂണിറ്റി സ്ലോ അല്ല, ഈസ് എ ക്വിക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ലഭിക്കും? ഇമ്മ്യൂണിറ്റി ലഭിക്കും. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. അതിൽ മനസ്സിലാക്കേണ്ട പോയിൻ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ട്രൂ ആണ്. ഫോർത്ത് മാത്രമേ ഫോൾസ് ഉള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ ആയിട്ട് വരുന്നത്? 1 and 2 ഓൺലി ആണോ? നോ. 1 and 3 ഓൺലി ആണോ? നോ. 3 and 4 ആണോ? 1, 2, 3 അല്ലേ. ദെൻ ഓപ്ഷൻ 4 ആണ് മക്കളെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. എല്ലാവർക്കും ഇത് കിട്ടിയില്ലേ? സെറ്റല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് ലൈവിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ലൈവ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഈ ലൈവിൽ പങ്കെടുക്കുക. യെസ്, പെട്ടെന്ന് തന്നെ ആൻസർ പറയാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഫർദർ എക്സ്പ്ലനേഷൻ വേണമെങ്കിലും ഏതെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ പറയാവുന്നതാണ്. നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു? 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം മക്കളെ. ഐഡൻറ്റിഫൈ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഇൻകറക്റ്റ് മാച്ച് ഏതാണ്? ഇൻകറക്റ്റ് മാച്ച്. 1. ബോൺ മാരോ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണോ? യെസ്, ഇത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്. ഇപ്പം പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുമ്പോൾ 2 എക്സാമ്പിളാണ് മക്കൾ പഠിക്കേണ്ടത്. ബോൺ മാരോ ആൻഡ് തൈമസ്. ബോൺ മാരോ ആൻഡ് തൈമസ്. ഇപ്പോൾ ബോൺ മാരോ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്. നമ്മുടെ ബോഡിയിൽ എല്ലാ ബ്ലഡ് സെൽസും ഉണ്ടാകുന്ന സൈറ്റ് നമ്മുടെ ബോൺ മാരോ ആണ്. ഓക്കെ, തൈമസ്, നിങ്ങൾക്ക് എല്ലാവരും തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്റർ മാത്രമല്ല, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലും തൈമസ് ഗ്ലാൻഡിനെ കുറിച്ചും അതിലെ ഹോർമോണിനെ കുറിച്ചും അതിൻ്റെ ഫങ്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും അത് അറിയുന്ന തന്നെയാണ്. ഇൻക്രീസ് ഇൻ സൈസ് ആഫ്റ്റർ പിബേർട്ടി ആണോ? അപ്പോൾ രണ്ടാമത്തെ മാച്ച് ഇത് മിസ് മാച്ചാണോ കറക്റ്റ് മാച്ചാണോ മക്കളൊന്ന് പറയൂ. തൈമസ് ഗ്ലാൻഡ് ഇൻക്രീസ് ഇൻ സൈസ് ആഫ്റ്റർ പിബേർട്ടി. പിബേർട്ടിക്ക് ശേഷം നമ്മൾ വയസ്സാകുന്ന സമയത്ത് തൈമസ് ഗ്ലാൻഡ് സൈസ് കൂടും, കൂടുതൽ ആക്റ്റീവ് ആവും, കൂടുതൽ തൈമോസിൻ ഉണ്ടാവും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? മക്കളൊന്ന് വേഗം പറയൂ. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ട്രൂ ആണോ ഫോൾസ് ആണോ? ഒന്ന് വേഗത്തിൽ പറയൂ. ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്, ഇത് ഇൻകറക്റ്റ്ലി മാച്ചാണ്. നിങ്ങൾ നോക്കിയേ. യെസ്, ഇപ്പം നമ്മൾ ബോഡി നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക. യെസ്, നോക്കാം. ഈ നമ്മളെ ബോഡി ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ. ഇതെൻ്റെ ഏത് ഭാഗമാണ്? വെൻട്രൽ സൈഡ് അല്ലേ? യെസ്. ഇതേത് ഭാഗമാണ്? ഡോർസൽ സൈഡാണ്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ
ഇത് ഡോർസൽ ഭാഗമാണ്, ഇത് വെൻട്രൽ സൈഡ് ആണ്. റെഡി? യെസ്. അപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ ഏത് ബോൺ ഉണ്ട്? ബ്രസ്റ്റ് ബോൺ ഉണ്ട്. ബ്രസ്റ്റ് ബോൺ ഈസ് എ സ്റ്റെർണം ഉണ്ട്. സ്റ്റെർണം ഉണ്ട്. റെഡി അല്ലേ? യെസ്. അപ്പോൾ മക്കൾ ഇവിടെ നോക്കൂ, ഇവിടെ ഹാർട്ട്, ഇതാണ് ഹാർട്ട് അല്ലേ? ഇതാണ് ഹാർട്ട്. യെസ്. ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നും ബ്ലഡുമായിട്ട് ആര് പോകുന്നുണ്ട്? അയോർട്ട. ഓക്കെ, ഇത്രയും നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് നമ്മൾക്ക് ഏത് കാണാം? ലോബ് ഗ്ലാൻഡായിട്ടുള്ള തൈമസ് ഗ്ലാൻഡ് നമുക്ക് ഇവിടെ കാണും. അപ്പോൾ അധികം ചിലപ്പോൾ തൈമസ് ഗ്ലാൻഡ് ലൊക്കേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തൈമസ് ഗ്ലാൻഡ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, സ്റ്റെർണത്തിൻ്റെ ഏത് ഭാഗത്താ? ഡോർസൽ അല്ലെങ്കിൽ ബിഹൈൻഡ് സ്റ്റെർണം, സ്റ്റെർണത്തിൻ്റെ ഡോർസൽ ഭാഗത്ത് അല്ലെങ്കിൽ സ്റ്റെർണത്തിൻ്റെ പിറകിൽ. ഹാർട്ട് അയോർട്ടയുടെ ഏത് ഭാഗമാണ്? വെൻട്രൽ അല്ലെങ്കിൽ ഫ്രണ്ട്. ഇവിടെയാണ് നമുക്ക് ഏത് ഗ്ലാൻഡിനെ കാണാൻ പറ്റുക? തൈമസ് ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡ് തൈമോസിൻ സെക്രീറ്റി ഈസ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ റോളുള്ള ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് തന്നെ ത്രോൺ ഓഫ് ഇമ്മ്യൂണിറ്റി എന്നാണ്. എന്ത് വിളിക്കും? ത്രോൺ ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ തൈമസ് ഗ്ലാൻഡ് നമ്മൾ ഓൾഡ് ആകുന്ന സമയത്ത് തൈമസ് ഗ്ലാൻഡ് സൈസ് എന്ത് ചെയ്യും? കുറയും, ഡീജനറേറ്റ് ചെയ്യും. അപ്പോൾ തൈമോസിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വയസ്സാകുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടാനുള്ള ഒരു കാരണം തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് ചെയ്യുന്നു, തൈമോസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്നു. അപ്പോൾ അല്ലേ, തൈമസ് ഗ്ലാൻഡ് ആഫ്റ്റർ പ്യൂബർട്ടി സൈസ് കുറയുന്നു, നോട്ട് ഇൻക്രീസ്. അതുകൊണ്ട് ഇത് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയി. മക്കളെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ. ഇനി തേർഡ് മാച്ച് നമുക്ക് നോക്കാം. പേസ് പാച്ചസ് പ്രസൻറ്റ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേസ് പാച്ചസ്. അപ്പോൾ നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമുക്കറിയാം അല്ലേ? സെക്ഷൻ എടുത്തെങ്കിൽ കുറേ ലെയർ ഉണ്ട്. സെറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. അതിലെ മ്യൂക്കോസ് ലെയറിൽ കാണപ്പെടുന്ന ലിംഫ് നൊഡ്യൂൾ, ലിംഫോയിഡ് ടിഷ്യൂസിനെ നമുക്ക് എന്ത് വിളിക്കാം? പേസ് പാച്ചസ്. ദേ ആർ ദി സിംപ്ലി ഇങ്ങനെ പറയാം, ലിംഫോയിഡ് ടിഷ്യൂ present in the mucosal layer of small intestine is called Peyer's patches, provide immunity. ഓക്കെ, ഇതൊരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എക്സാമ്പിളും കൂടിയാണ്. ഓക്കെ, സ്പ്ലീൻ ഹാസ് എ ലാർജ് റിസർവോയർ ഓഫ് RBC. ശരിയാണ് മക്കളെ, സ്പ്ലീന് നമ്മളെ ബോഡിയിൽ തന്നെ ബീൻ ഷേപ്പുള്ള ഏറ്റവും വലിയ ലിംഫോയിഡ് ഓർഗനാണ് സ്പ്ലീൻ. ഏതാണ്? സ്പ്ലീൻ. ഈ സ്പ്ലീന് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന്, ഇപ്പോൾ ജീവനുള്ള RBC ഉള്ളിലേക്ക് വരുമ്പോൾ സ്പ്ലീൻ അതിനെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. ഇസ് ആക്ട് ആസ് എ റിസർവോയർ ഓഫ് RBC. അപ്പോൾ നമ്മൾ സ്പ്ലീനെ നമ്മൾ വിളിക്കുന്ന പേര് റെഡ് ഓർഗൻ എന്ന് വിളിക്കും. റെഡ് ഓർഗൻ എന്ന് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ വിളിക്കും, ഇസ് എ ബ്ലഡ് ബാങ്ക് ഓഫ് RBC. ബ്ലഡ് ബാങ്ക് ഓഫ് RBC എന്ന് വിളിക്കും. പക്ഷെ അതേ സമയത്ത് വൺ ഔട്ട് RBC, ലൈഫ് സ്പാൻ കഴിഞ്ഞ ചത്ത RBC വരുമ്പോൾ സ്പ്ലീൻ അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ സ്പ്ലീൻ നമുക്ക് ഗ്രേവ് യാർഡ് ഓഫ് RBC എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് സ്വഭാവം സ്പ്ലീൻ ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന 1, 2, 3, 4 ഓപ്ഷനിൽ മക്കളെ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ഓപ്ഷൻ 2 ആണ്. തൈമസ് ഗ്ലാൻഡ് വയസ്സാകുന്ന സമയത്ത് സൈസ് കുറയുന്നു, കൂടുന്നില്ല. ഓപ്ഷൻ 2 ഈസ് എ റൈറ്റ് ആൻസർ. അപ്പോൾ എല്ലാ മക്കൾക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോയിന്റുകൾ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ കുട്ടികൾ അത് കുറിച്ചിടുക, അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 7th ക്വസ്റ്റ്യൻ വായിക്കാം. യെസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ? താഴെ തന്നിരിക്കുന്ന ഡിസീസിൽ ബാക്ടീരിയ മാത്രം ഉണ്ടാക്കുന്ന ഡിസീസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് നോക്കാം. ആദ്യം എല്ലാവരും നോക്കൂ. യെസ്, കോളറ. ഞാൻ ഇങ്ങോട്ട് ആരോ മാർക്കിട്ട് കാണിക്കാം കേട്ടോ. കോളറ കാരണം വിബ്രിയോ കോളറെ ആണ്. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, ഇത് റെഡിയാണ്. റിംഗ് വേം
ഓക്കെ റിംഗ് വേം. മക്കളെ റിംഗ് വേം ഉണ്ടാക്കുന്നത് ആരാണ്? നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം അല്ലേ. റിംഗ് വേം. റിംഗ് വേമിന് കാരണം ഫംഗസ് ആണ്. ഫംഗസിൻ്റെ ജനറൽ വരുന്നതാണ് ഏതൊക്കെയാണ്? മൈക്രോസ്പോറം, ഓക്കെ, ട്രൈക്കോഫൈറ്റൺ, അതേപോലെ എപ്പിഡെർമോഫൈറ്റൺ. ഓക്കെ, അപ്പോൾ ഇത് ബാക്ടീരിയ ആണ്, ഇത് ഫംഗസ് ആണ്. ഓക്കെ, ദെൻ ഹിയർ ടൈഫോയിഡിന് കാരണം ആരാണ്? ബാക്ടീരിയ. ഏത് ബാക്ടീരിയ? സാൽമോണല്ല ടൈഫി ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ബാക്ടീരിയ ആണ്. ഓക്കെ, ന്യൂമോണിയ ആരുണ്ടാക്കും? അത് ഉണ്ടാക്കുന്നതും ബാക്ടീരിയ തന്നെയാണ് അല്ലേ. ഏതൊക്കെയാണ് ആ 2 ടൈപ്പ് ബാക്ടീരിയ? ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയേ, അതേപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസേ. ഓക്കെ, 2 ബാക്ടീരിയ. അപ്പോൾ ഈ 2 ബാക്ടീരിയ ഉണ്ടാക്കും. അപ്പോൾ അതാണ് ആൻസർ. ഓക്കെ, യെസ്. ഇനി ടെറ്റനസ് അതിന് കാരണം എന്താണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. മക്കൾ നോക്കൂ, ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓക്കെ, അതേസമയം ജെനിറ്റൽ വാർഡ്സ്, ഇത് ബാക്ടീരിയ ഒക്കെയാണ്. ജെനിറ്റൽ വാർഡ്സിന് കാരണം ആരെന്നറിയോ? ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ആണ് ഉണ്ടാകുക. ഇത് വൈറസ് ആണ് കേട്ടോ, വൈറസ്. ഇതൊരു STDസിന് എക്സാമ്പിളാണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് എക്സാമ്പിളാണ്. ഇനി ഇവിടെ നോക്കൂ, മലേറിയ ഉണ്ടാക്കുന്നത് ആരാണ്? പ്രോട്ടോസോവ പ്ലാസ്മോഡിയം സ്പീഷീസ് ആണ് അത് ഉണ്ടാക്കുക. ഇനി ചിക്കൻ ഗുനിയ അതിന് കാരണം എന്താണ്? വൈറസ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ മാത്രം ഉണ്ടാക്കുന്ന ഡിസീസ് പറഞ്ഞാൽ ഓപ്ഷൻ 2 ടൈഫോയിഡ് ആൻഡ് ന്യൂമോണിയ ഈസ് റൈറ്റ് ആൻസർ. ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയ ആണ് സാൽമോണല്ല ടൈഫി. ന്യൂമോണിയ കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസേ. അപ്പോൾ എല്ലാവരും മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും, ചിക്കൻ ഗുനിയ ആരുണ്ടാക്കുന്നു? ഞാൻ പറഞ്ഞു NMCയുടെ പുതിയ സിലബസ് പ്രകാരം ഇൻക്ലൂഡ് ചെയ്ത ഒരു പുതിയൊരു ടോപ്പിക്കാണ് ചിക്കൻ ഗുനിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ചിക്കൻ ഗുനിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഇപ്പോൾ വേണ്ട കുട്ടികൾ നോട്ട് വേഗത്തിൽ തയ്യാറാക്കി വെക്കേണ്ടതാണ്. ഇപ്പോൾ ചിക്കൻ ഗുനിയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ നമുക്ക് നോക്കാം അല്ലേ. യെസ്, റൈറ്റ്. ചിക്കൻ ഗുനിയ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഗുനിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ചിക്കൻ ഗുനിയ. നമുക്കറിയാം ചിക്കൻ ഗുനിയെക്കുറിച്ച് ഫസ്റ്റ് പോയിന്റ് ഈസ് എ വെക്ടർ-ബോൺ ഡിസീസ് ആണ്. ചോദ്യം, ഏത് വെക്ടറാണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുക? ഈസ് എ മൊസ്കിറ്റോ ബോൺ ഡിസീസാണ് ചിക്കൻ ഗുനിയ. ഓക്കെ, റൈറ്റ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇതിന് കാരണമായ പാത്തോജൻ ആരാണ്? കോസറ്റീവ് ഏജൻറ്റ് ആരാണ്? ഇപ്പോൾ ചിക്കൻ ഗുനിയ ആര് ഉണ്ടാക്കും? ഈസ് കോസ്ഡ് ബൈ ആൽഫ വൈറസ് ആണ്. ആക്ച്വലി ടോഗ എന്നൊരു വൈറസ് ഗ്രൂപ്പിൽ വരുന്ന വൈറസാണ് ആൽഫ വൈറസ്. നെക്സ്റ്റ്, അഫക്റ്റഡ് ബോഡി പാർട്ട്. മക്കളെ, നമ്മൾ ബോഡിയിൽ ഏത് ഭാഗത്തെയാണ് ചിക്കൻ ഗുനിയ അഫക്റ്റ് ചെയ്യുന്നത്? ഈസ് അഫക്റ്റ് ജോയിൻറ്റ്സ്, ബോൺ ജോയിൻറ്റ്സ്, മസിൽസ് ആൻഡ് ആൾസോ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. അതിനും എന്തുണ്ട്? ആ ഭാഗത്താണ് ഇൻഫെക്റ്റ് ചെയ്യുക. അഫക്റ്റഡ് ബോഡി പാർട്ട്. നെക്സ്റ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇത് എങ്ങനെയാണ് ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ നിന്നും മറ്റേ ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുക? ഓക്കെ, എങ്ങനെ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ വെക്റ്റർ. അതിന് കാരണമായിട്ടുള്ള മൊസ്കിറ്റോ ആണ് ഈഡിസ് ഈജിപ്തി എന്ന മൊസ്കിറ്റോ ആണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, പകർത്തുന്ന
വെക്ടർ മൊസ്കിറ്റോ, ഈഡിസ് ഈജിപ്തി ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും അല്ലേ? ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിംറ്റംസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സിംറ്റംസ്? ഒന്ന് നമുക്കറിയാം ജോയിൻ്റ് പെയിൻ അല്ലേ? ജോയിൻ്റ് പെയിൻ ഉണ്ടാകും. ദെൻ മസിൽ പെയിൻ ഉണ്ടാകും, മസിൽ പെയിൻ. പിന്നെ നല്ല ഹെഡേക്ക് ഉണ്ടാവും, ഹെഡേക്ക്. ദെൻ നോസിയ, നോസിയ. ദെൻ ഫാറ്റിക് ആൻഡ് റാഷസ്, സ്കിൻ റാഷസ് ഉണ്ടാവും. ഇതൊക്കെ സം സിംറ്റംസ് ഓഫ് ചിക്കൻ ഗുനിയ ആണ്. ഇപ്പോൾ ചോദ്യം ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞാൽ ചിക്കൻ ഗുനിയ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഡയഗ്നോസിങ് ടെസ്റ്റ്, ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതൊക്കെ ടെസ്റ്റാണ് ഉപയോഗിക്കുക? ഏതൊക്കെ ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന് എലൈസ ടെസ്റ്റ് ഉപയോഗിക്കാം, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ RT-PCR ഉപയോഗിക്കുന്നുണ്ട്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. ഈ രണ്ട് ടെസ്റ്റും ചിക്കൻ ഗുനിയ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി പ്രിവെൻഷൻ കൺട്രോൾ വരുമ്പോൾ ദർ ഇസ് നോ വാക്സിൻ അവൈലബിൾ. നമുക്ക് ആദ്യം ശ്രദ്ധിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പ്രൊട്ടക്ഷൻ ഫ്രം പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഫ്രം മൊസ്കിറ്റോ, മൊസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക, മൊസ്കിറ്റോ ലാർവകളെ നമ്മൾ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുക. അങ്ങനെ മൊസ്കിറ്റോ ബൈറ്റിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ഗുനിയ വരാതെ സൂക്ഷിക്കാം. ഇതാണ് സം പോയിൻറ്റ്സ് അബൌട്ട് ചിക്കൻ ഗുനിയ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ചിക്കൻ ഗുനിയയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള പോയിൻറ്റ്സ്. മക്കൾ റെഡിയല്ലേ? യെസ്, എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ? പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഡിസീസ് ഏതൊക്കെയാണ്? അപ്പോൾ നോക്കുക, ഇവിടെ സിഫിലിസ് ഉണ്ട്, ഗൊണോറിയ, കാൻക്രോയിഡ്, ട്രൈക്കോമോണിയാസിസ്. ഇതൊക്കെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന് എക്സാമ്പിളാണ്. നമുക്ക് നോക്കാം ഓരോന്നും. സിഫിലിസിന് കാരണം ട്രിപ്പോനിമ, ട്രിപ്പോനിമ പാലിഡം എന്ന ബാക്ടീരിയ ആണ്. ഗൊണോറിയ അതിന് കാരണം നിസേറിയ, നിസേറിയ ഗൊണോറിയ എന്ന ബാക്ടീരിയ ആണ്. കാൻക്രോയിഡിന് കാരണം ഹീമോഫിലസ് ഡൂക്രൈ, ഹീമോഫിലസ് ഡൂക്രൈ അതും മക്കളെ ബാക്ടീരിയ ആണ്. റെഡി? ദെൻ ട്രൈക്കോമോണിയാസിസ് അതിന് കാരണം ട്രൈക്കോമോണാസ് വജൈനാലിസ്, റൈറ്റ്? അതൊരു പ്രോട്ടോസോവ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഡിസീസിന് എക്സാമ്പിളാണ് ട്രൈക്കോമോണിയാസിസ്. അതിൻ്റെ കാരണം പ്രോട്ടോസോവ, ട്രൈക്കോമോണാസ് വജൈനാലിസ്. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ പോയിൻറ്റ്സുകൾ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുക. അപ്പോൾ ഓരോന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞാൽ സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ? സെറ്റല്ലേ? റെഡി അല്ലേ? യെസ്, അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മോട്ടൽ സൈഗോട്ട് ഓഫ് പ്ലാസ്മോഡിയം ഒക്കർ ഇൻ. ഇപ്പോൾ പ്ലാസ്മോഡിയം എവിടെയാണ് ഡെവലപ്പ് ചെയ്യുക? നമ്മൾക്കറിയാം പ്ലാസ്മോഡിയത്തിന് 2 ഹോസ്റ്റ് ഉണ്ട്. ഈസ് എ ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. അതിൽ പ്രൈമറി ഹോസ്റ്റ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. സെക്കൻഡറി ഹോസ്റ്റ് ഹ്യൂമൻ ബീങ്സ്, നമ്മളാണ്. നമ്മൾ സെക്കൻഡറി ഹോസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ ഉള്ളിൽ പ്ലാസ്മോഡിയത്തിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അത് എവിടെ വെച്ച് നടക്കും? ലിവർ ആൻഡ് RBC. ലിവറിൽ വെച്ച് നടക്കുന്ന പ്ലാസ്മോഡിയം ലൈഫ് സൈക്കിളിനെ നമുക്ക് എറിത്രോസൈറ്റിക് സൈക്കിൾ എന്ന് വിളിക്കാം. RBCയിൽ വെച്ച് നടക്കുന്ന ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം ഈസ് കോൾഡ് എറിത്രോസൈറ്റിക് സൈക്കിൾ. നിങ്ങൾ ആ ലൈഫ് സൈക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി അതേസമയത്ത് തന്നെ ഹ്യൂമൻ ബീങ്സിൽ ചില RBCയിലെ പ്ലാസ്മോഡിയത്തിൻ്റെ ഫോമായ മീറോസോയ്സ് നേരെ സെക്ഷൽ സ്റ്റേജിലേക്ക് പോകും. അതിന് വിളിക്കും ഗമീറ്റോസൈറ്റ്. അപ്പോൾ ഗമീറ്റോസൈറ്റ് ആണ് സെക്ഷൽ സ്റ്റേജ്.
ചില ആർ ബി സിയിൽ ആ ഗമീറ്റോസൈറ്റ് മെയിൽ ഗമീറ്റോസൈറ്റ് ആയിരിക്കും, ചില ആർ ബി സിയിൽ അത് ഫീമെയിൽ ഗമീറ്റോസൈറ്റ് ആയിരിക്കും. അങ്ങനെ ഈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആ മലേറിയ ബാധിച്ച ആളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് മൊസ്കിറ്റോൻ്റെ ഗട്ടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗമീറ്റോസൈറ്റുള്ള ആർ ബി സിയും മൊസ്കിറ്റോൻ്റെ ഗട്ടിലേക്ക് എത്തും. അവിടെ വെച്ചിട്ട് ഈ ഗമീറ്റോസൈറ്റ് ഗമീറ്റുകളായിട്ട് മാറും. അങ്ങനെ മൊസ്കിറ്റോൻ്റെ ഗട്ടിൽ വെച്ച് ഗമീറ്റുകൾ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ട് മോട്ടൈൽ സൈഗോട്ട് ഫോം ചെയ്യും. അപ്പം മോട്ടൈൽ സൈഗോട്ട് ഫോം ചെയ്യുന്നത് മക്കളെ എവിടെ വെച്ചാൽ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയിൽ വെച്ചാണ്. അപ്പോൾ നോക്കാം, ഫീമെയിൽ ഗട്ട് ഓഫ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, റൈറ്റ് ആൻസർ. സലേവറി ഗ്ലാൻഡ് ഓഫ് അനോഫിലസ് മൊസ്കിറ്റോ ആണോ? നോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ സൈഗോട്ട് ബിക്കം കുറേ സ്റ്റേജിലേക്ക് പോകും. സിസ്റ്റ് കീനറ്റ് സ്റ്റേജിലേക്ക് പോയി സ്പോറോഗണിയൊക്കെ നടന്നിട്ട് അവസാനം സ്പോറോസോയിസ് ആയിട്ട് മാറും. ആ സ്പോറോസോയിസ് ഗട്ടിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തിട്ട് സലേവറി ഗ്ലാൻഡിലേക്കാണ് പോവുക. അപ്പോൾ ഒരു മൊസ്കിറ്റോൻ്റെ സലേവറി ഗ്ലാൻഡിൽ നമുക്ക് പ്ലാസ്മോഡിയത്തിൻ്റെ ഏത് സ്റ്റേജാണ് കാണാൻ പറ്റുക? ഇൻഫെക്റ്റീവ് സ്റ്റേജ്, സ്പിൻഡിൽ ഷേപ്പുള്ള സ്റ്റേജ് ആയിട്ടുള്ള സ്പോറോസോയിഡ്സ് എന്ന ഫോമാണ് കാണാൻ പറ്റുക. നിങ്ങൾക്കറിയാം പ്ലാസ്മോഡിയം പല രൂപത്തിൽ പല ഭാവത്തിൽ കാണുന്നുണ്ട്. ഓരോ ഫംഗ്ഷന് വേണ്ടി ഓരോ സ്റ്റേജിലേക്ക് പോകും. ഇനി ഹ്യൂമൻ ആർ ബി സിയിൽ പ്ലാസ്മോഡിയത്തിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും, മീറോസോയിറ്റ് ഫോർമേഷൻ നടക്കും. ഓക്കെ, ദെൻ ഹ്യൂമൻ ലിവർ അവിടെ വെച്ചും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും, മീറോസോയിസ് കിട്ടും. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ കുറേ ജനറേഷൻ ഓഫ് മീറോസോയിസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എമംഗ് ദി 4 ഓപ്ഷൻ, ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. എല്ലാവരും കിട്ടിയില്ലേ? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെ 9ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ വിജയകരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ആൻസർ കൊടുത്തിട്ട് നോക്കട്ടെ. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 111. ഓക്കെ, സ്പോറോസ് ഒക്കെ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞ കുട്ടികളുണ്ട്. ഇൻഫെക്റ്റീവ്, അപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ ഇവിടെ കൃത്യമായി റിപ്ലൈ തന്ന റെസ്പോൺസ് ചെയ്ത കുട്ടികളുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10, 10ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വൈഡൽ ടെസ്റ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ടെസ്റ്റ്. ഏത് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടൈഫോയിഡ് ഫീവർ. അപ്പോൾ ടൈഫോയിഡ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറൽ ടെസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഒന്ന് ഡിഫ്തീരിയ അല്ല, ട്യൂബർക്ലോസിസ് ആണോ അതുമല്ല, എയ്ഡ്സ് ആണോ അതല്ല, ടൈഫോയിഡ് ഫീവർ. ദെൻ എമംഗ് ദി 4 ഓപ്ഷൻ, ഓപ്ഷൻ 4 ടൈഫോയിഡ് ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ഡിസീസൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് എന്ത് ടെസ്റ്റ് ഉപയോഗിക്കാം? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്യാൻ നിങ്ങൾ ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു. എല്ലാവരും പറഞ്ഞേ, എല്ലാവരും ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്യാൻ ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കുക? വേഗത്തിൽ മക്കളൊന്ന് റിപ്ലൈ ചെയ്യൂ. എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? നമുക്ക് സിമ്പിളി അറിയാം, എലൈസ ടെസ്റ്റ്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ ഇസ് എ മോസ്റ്റ് കോമൺ ഡയഗ്നോസിങ് ടെസ്റ്റ് ഫോർ എയ്ഡ്സ്. അങ്ങനെ പഠിക്കണം കേട്ടോ. ഇനി എയ്ഡ്സ് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഇത് കുട്ടികൾ ഡൗട്ട് വരാൻ വേണ്ടി പാടില്ല. എയ്ഡ്സ് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റാണ് എലൈസ. ഡയഗ്നോസ് ചെയ്ത് അത് പോസിറ്റീവായി കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, മക്കളെ മനസ്സിലാവുന്നില്ലേ? ക്യാൻ യു ഫോളോ മീ? യെസ്. അങ്ങനെയാണെങ്കിൽ ട്യൂബർക്കുലോസിസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എന്നറിയോ? ഏ ടെസ്റ്റാ? മാൻടോ ടെസ്റ്റ് ആണ്. ഓക്കെ, മാൻടോ ടെസ്റ്റ് ആണ് ട്യൂബർക്കുലോസിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റ്. ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റ് ആർക്കെങ്കിലും അറിയോ? ഒന്ന് പറഞ്ഞേ, ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണ്? ഒന്ന് വേഗത്തിൽ നോക്കിയേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ.
ഡിഫ്തീരിയ ഡയഗ്നോസിൻ ഏത് ടെസ്റ്റ് ഉപയോഗിക്കും? തെറ്റോ ശരിയോ എന്ന് വിഷയമല്ല, നിങ്ങളൊന്ന് റെസ്പോൺസ് ചെയ്യൂ. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഒരിക്കൽ തെറ്റിയാൽ പിന്നെ ഒരിക്കലും തെറ്റില്ല, അതുകൊണ്ട് പേടിക്കണ്ട. യെസ്, ആരും പറഞ്ഞത് കാണുന്നില്ല. യെസ്, ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. ഷിക് ടെസ്റ്റ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ്. ഷിക് ടെസ്റ്റ് നമ്മുടെ NCERT-ലില്ല, പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ് ഷിക് ടെസ്റ്റ്. ഡിഫ്തീരിയ ഡയഗ്നോസിന് ടെസ്റ്റ് ഷിക് ടെസ്റ്റാണ്. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു. വൈറൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ് ടൈഫോയിഡ് ഫീവർ ഈസ് അതർവൈസ് കോൾഡ് എൻറ്ററിക് ഫീവർ. ഇപ്പോൾ ടൈഫോയിഡ് ഫീവർ നമ്മൾക്ക് എന്ത് വിളിക്കാം? എൻറ്ററിക് ഫീവർ എന്നും വിളിക്കാം. എൻറ്ററിക് ഫീവർ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ടൈഫോയിഡ് ആൻഡ് വൈറൽ ടെസ്റ്റ്. അങ്ങനെ 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 1 ഞാൻ വായിക്കാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഈസ് എ കണ്ടീഷൻ where body defense mechanism recognize its own cells as foreign body. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ഒന്ന് മക്കൾ വേഗത്തിലൊന്ന് റെസ്പോൺസ് ചെയ്യൂ. ട്രൂ ഓർ ഫാൾസ്? ടീന്നോ എഫ് എന്ന് ഇട്ടാൽ മതി പെട്ടെന്ന്. ട്രൂ ആണോ ഫാൾസ് ആണോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനെ കുറിച്ചാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? മക്കൾ വേഗത്തിൽ റെസ്പോൺസ് ചെയ്യൂ. ട്രൂ ഓർ ഫോൾസ്? ട്രൂ, ട്രൂ, ട്രൂ വരുന്നുണ്ട്, പറഞ്ഞോ. ട്രൂ ആണ്, എല്ലാവരും ട്രൂ തന്നെയാണ് പറഞ്ഞത്. യെസ്, ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊരു ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ജനറ്റിക് പ്രോബ്ലം മൂലമാകാം, അല്ലെങ്കിൽ അൺനോൺ റീസൺ മൂലമാകാം. നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ തന്നെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. നമ്മുടെ സെൽസിനെ ഒരു ഫോറിൻ ബോഡിയായിട്ട് നോൺ സെൽഫായി കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ബോഡി തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. അതുമൂലമുണ്ടാകുന്ന ഡിസീസാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്ന നോക്കൂ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഇസ് എ കണ്ടീഷനാണ് വെയർ ബോഡി ഡിഫെൻസ് മെക്കാനിസം, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നു? റെക്കഗ്നൈസ് ഈസ് ഓൺ സെൽസ്, നമ്മളെ സ്വന്തം സെല്ലുകളെ ഫോറിൻ ബോഡിയായിട്ട് നോൺ സെൽഫായിട്ട് കണക്കാക്കിക്കൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യും. നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഈസ് വൺ ഓഫ് ദി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഈസ് എ കണ്ടീഷൻ വെയർ ബോഡി ഡസ് നോട്ട് അറ്റാക്ക് സെൽഫ് സെൽസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ള റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റം സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. കാരണം ഇതിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും? ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ തന്നെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് അവർ ജോയിൻറ്റ്സ്, നമ്മുടെ ജോയിൻറ്റ്സിനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ജോയിൻറ്റ്സ് അതിന് ഇൻഫ്ലമേഷൻ സംഭവിക്കും, അത് സ്റ്റിഫാവുന്നു, സ്വെല്ലിംഗ് സംഭവിക്കുന്നു. ഇതൊക്കെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസിൽ വരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫാൾസ് ആണ്. കാരണം ഉറപ്പായിട്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടുള്ള റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ജോയിൻറ്റ്സിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ സെൽഫ് ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഫാൾസ് ആണ്. അപ്പോൾ ആൻസർ എന്താ? സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ്. ഓപ്ഷൻ 2 അല്ലേ? ഓപ്ഷൻ 2 റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഓക്കെ, യെസ്. അതിന് നമ്മൾ നോക്കുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ 12. 12ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കെയർഫുള്ളി ആൻഡ് ഫൈൻഡ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. 1. ഒപ്പിയോഡ് ഡ്രഗ് ബൈൻഡ് ടു ഒപ്പിയോഡ് റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ഇൻ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം
ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കാം. ഒപ്പിയോയിഡ് ഡ്രഗ് ഒരു ഡിപ്രസൻ്റ് ആണ്. ഇതിലാണ് നമ്മൾക്കറിയാം എന്തൊക്കെ ഹെറോയിൻ മോർഫിനൊക്കെ വരുന്നത് ഒപ്പിയോയിഡ് ഡ്രഗ്സിലാണ്. നമ്മളിത് എടുക്കുന്ന സമയത്ത് ഈ ഒപ്പിയോയിഡ് ഡ്രഗ് ബൈൻഡ് ചെയ്യാനുള്ള റിസപ്റ്റർ കാണുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അവിടെയും കാണും, സ്റ്റൊമക്ക് ഇൻറ്റസ്റ്റൈനിൽ കാണും. അപ്പോൾ അവിടെയാണ് ബൈൻഡ് ചെയ്യുക. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇതിൽ ഡൗട്ടൊന്നും മക്കൾക്ക് ഇല്ലല്ലോ? റെഡിയല്ലേ? യെസ്. ഹെറോയിൻ കോമൺലി കോൾഡ് ക്രാക്ക്. കെമിക്കലി ഹെറോയിൻ ഈസ് ഡൈ അസറ്റൈൽ മോർഫിൻ. ചോദ്യം നിങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റ് ബി ട്രൂ ആണ് ഫോൾസ് ആണോ? വേഗത്തിൽ റെസ്പോൺസീവ്. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ മക്കൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കിയേ. ഹെറോയിൻ കോമൺലി കോൾഡ് ക്രാക്ക്. കെമിക്കലി ഹെറോയിൻ ഈസ് ഡൈ അസറ്റൈൽ മോർഫിൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? വേഗം വേഗം പെട്ടെന്നൊന്ന് റെസ്പോൺസ് ചെയ്യൂ. ട്രൂ ആണോ ഫോൾസ് ആണോ? ഓക്കെ, നിങ്ങൾക്കറിയാം പേപ്പർ സൊംനിഫറം എന്ന പ്ലാന്റിൽ നിന്നും എന്ത് ഉണ്ടാക്കുന്നു? എന്താണ്? മോർഫിൻ. ഈ മോർഫിനെ അസറ്റൈലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹെറോയിൻ കിട്ടും. ഹെറോയിൻ ഈസ് എ സിന്തറ്റിക് ആയിട്ടുള്ള ഒപ്പിയോയിഡ് ആണ്, ഡിപ്രസൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹെറോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെറോയിൻ്റെ കെമിക്കൽ നെയിം നമ്മൾ പറഞ്ഞു ഡൈ അസറ്റൈൽ മോർഫിൻ. ബട്ട് ഹെറോയിൻ ഈസ് കോമൺലി കോൾഡ് ക്രാക്ക് അല്ല മക്കളെ, ഈസ് കോൾഡ് സ്മാക്ക് എന്നാണ്. അപ്പം ക്രാക്കും സ്മാക്കും മാറിപ്പോരുത്. ക്രാക്ക് അഥവാ കോക്ക് അത് ഏതിൻ്റെ വേറെ പേരാണ്? കൊക്കെയിൻ. കൊക്ക ആൽക്കലോയിഡ് സ്റ്റിമുലൻ്റ്. അപ്പോൾ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള ഡ്രഗായ കൊക്കെയിൻ്റെ മറ്റൊരു പേരാണ് ഏത്? കോക്ക് ഓർ ക്രാക്ക്. കോക്ക് ഓർ ക്രാക്ക് നമ്മൾ ആരെയാണ് വിളിക്കുക? കൊക്കെയിൻ. അപ്പോൾ രണ്ടും മാറിപ്പോവരുത്. ഹെറോയിൻ ഈസ് സ്മാക്ക്. കെമിക്കൽ നെയിം ഡൈ അസറ്റൈൽ മോർഫിൻ. ദെൻ കൊക്കെയിൻ, കോക്ക് ഓർ ക്രാക്ക്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. റെഡി? യെസ്. ദെൻ സി കന്നാബിനോഡ് ടേക്ക് ബൈ ഇൻഹലേഷൻ ആൻഡ് ഓറൽ ഇഞ്ചക്ഷൻ. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. NCERT ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കന്നാബിനോഡ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക എങ്ങനെയാണ്? ഇൻഹലേഷൻ ഓറൽ ഇഞ്ചക്ഷൻ വഴിയാണ്. കന്നാബിനോഡ് ഇതൊരു ഹാലൂസിനോജനാണ് അല്ലേ? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കെമിക്കലാണ്. കന്നാബിസ് സറ്റൈവയുടെ ഇൻഫ്ലോറസൻസ് നമുക്ക് ലഭിക്കുന്നു. ഇതിലേതൊക്കെ ഡ്രഗ് വരും? നമുക്കറിയാം മരുവാന, ഹാഷിഷ്, ഗഞ്ച, ചരസ് തുടങ്ങിയ ഡ്രഗ്സുകൾ ഉൾപ്പെടുന്ന ആ കോമ്പിനേഷനാണ് കന്നാബിനോയിഡ്. ഓക്കെ, റൈറ്റ്. എക്സസീവ് ഡോസേജ് ഓഫ് കൊക്കെയിൻ കോസ് ഹാലൂസിനേഷൻ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു കന്നാബിനോയിഡ് എന്താണ്? ഹാലൂസിനോജനാണ്. കന്നാബിനോയിഡ് മാത്രമല്ല LSD, ലൈസർജിക് ആസിഡ് ഡൈ ഈഥൈൽ അമൈഡ്, ഇത് രണ്ടും ഹാലൂസിനോജൻ ആണ്. അപ്പോൾ ഹാലൂസിനോജൻ എക്സാമ്പിൾ LSD പറയാം, അതുപോലെ ഈ കന്നാബിനോയിഡ് പറയാം. അപ്പോൾ ചോദ്യം, കൊക്കെയിൻ ഹാലൂസിനേഷന് കാരണമാകുമോ? കൊക്കെയിൻ ഒരു സ്റ്റിമുലൻ്റ് അല്ലേ? പക്ഷേ കൊക്കെയിൻ എക്സസ്സായിട്ട് ഉപയോഗിച്ചാൽ അതെന്തിന് കാരണമാകുന്നു? ഹാലൂസിനേഷന് കാരണമാകുന്നു. നമ്മൾ NCERT കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം മക്കൾ ശരിക്കും ശ്രദ്ധിക്കണം. കൊക്കെയിൻ ഒരു സ്റ്റിമുലൻ്റ് ആണ്. ബട്ട് കൊക്കെയിൻ എക്സസീവായിട്ട് യൂസ് ചെയ്താൽ അത് എന്തിന് കാരണമാകും? ഹാലൂസിനേഷന് കാരണമാകും. അപ്പോൾ തന്നിരിക്കുന്നതിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? A കറക്റ്റാണ്, C കറക്റ്റാണ് മക്കളെ, പിന്നെ ഏതാ? D കറക്റ്റാണ്. അപ്പോൾ ഏതൊക്കെ വരും? A, C ആൻഡ് D. A, C and D. A, B and C, A, C and D, B, C and D, all of these. Then option 2, A, C and D. Option 2 is right answer. അപ്പോൾ മക്കളെ മനസ്സിലാവുന്നില്ലേ? ക്യാൻ യു ഫോളോ മീ? യെസ്. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, റെഡി അല്ലേ? സെറ്റല്ലേ? അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കണം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? എത്ര സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്? നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. സ്റ്റേറ്റ്മെൻറ്റ് A വായിക്കാം.
benign tumor normally confined to their original location and do not spread to other parts of the body. ഇപ്പോൾ ട്യൂമർ രണ്ട് ടൈപ്പ് ഉണ്ട്. ബിനൈൻ ട്യൂമർ ഉണ്ട്, മലിഗ്നൻ്റ് ട്യൂമർ ഉണ്ട്. ബിനൈൻ ട്യൂമർ എവിടെയാണ് ആ ട്യൂമർ ഒറിജിനേറ്റ് ചെയ്തത് അവിടെ തന്നെ കൺഫൈൻ ചെയ്യുന്നു, മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ മെറ്റാസ്റ്റാസിസ് ഏതിൻ്റെ പ്രോപ്പർട്ടി അല്ല? ബിനൈൻ ട്യൂമറിൻ്റെ പ്രോപ്പർട്ടി അല്ല. ദാറ്റ് കോസ് ലിറ്റിൽ ഡാമേജ് ടു അഫക്റ്റഡ് ഓർഗൻ. അതേ സമയത്ത് അറ്റ് ദ സെയിം ടൈം മലിഗ്നൻ്റ് ട്യൂമർ ആണെങ്കിലോ അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അത് മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നുണ്ട്. വെരി ഫിയർഡ് പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ്, മറ്റു ഭാഗങ്ങളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ട്രൂ ക്യാൻസർ, നിയോപ്ലാസ്റ്റിക് ക്യാൻസർ സെൽസ് നമുക്ക് മലിഗ്നൻ്റ് ട്യൂമറിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ മക്കളെ പറയൂ? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ബിനൈൻ ട്യൂമർ എവിടെ ഉണ്ടായോ അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്നു, മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നില്ല? മെറ്റാസ്റ്റാസിലൂടെ സ്പ്രെഡ് ചെയ്യുന്നില്ല. മെറ്റാസ്റ്റാസിസ് ഈസ് ദ മോസ്റ്റ് ഫിയർഡ് പ്രോപ്പർട്ടി ഓഫ് മലിഗ്നൻ്റ് ട്യൂമർ. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ഇവിടെ ഈ ട്യൂമറിൽ ആ ക്യാൻസർ സെൽസിന് മറ്റൊരു നോർമൽ സെൽസിനെ ബൈൻഡ് ചെയ്തിട്ട് അതിനും ക്യാൻസറസ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഇറ്റ്സ് ദ മോസ്റ്റ് ഫിയർഡ് പ്രോപ്പർട്ടി ഓഫ് മലിഗ്നൻ്റ് ട്യൂമർ ആണ് മെറ്റാസ്റ്റാസിസ്. ഇപ്പോൾ ഒരാൾക്കൊരു ലേഡിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കില്ല, ആ സെൽസ് മൈഗ്രേറ്റ് ചെയ്തിട്ട് മറ്റെവിടെയെങ്കിലും പോയി ബൈൻഡ് ചെയ്ത് അതിനും ക്യാൻസർസ് ആക്കി മാറ്റും. അപ്പം അത്രയും ഫിയർഡ് പ്രോപ്പർട്ടിയാണ് മെറ്റാസ്റ്റാസിസ്. ഇറ്റ്സ് വെരി 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 ഡേഞ്ചറസ്. ഓക്കെ റൈറ്റ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് നോർമൽ സെൽസ് ഇൻ ടു ക്യാൻസറസ് നിയോപ്ലാസ്റ്റിക് സെൽസ്, അത് നമുക്ക് ഓൺകോജീനിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കാം. നോർമൽ സെൽസ് എന്തായിട്ട് മാറുന്നു? ക്യാൻസറസ് സെൽസായിട്ട് മാറുന്നു. മേ ബി ഇൻഡ്യൂസ്ഡ് ബൈ ഫിസിക്കൽ ഏജൻസ് ഓൺലി. ഇത് ഫോൾസ് ആണ്. ഫിസിക്കൽ മാത്രമല്ല അല്ലേ? ഫിസിക്കൽ ഏജൻസ് മാത്രമല്ല, ആരാണ്? കെമിക്കൽ ഏജൻസ് ഉണ്ട്. ദെൻ ബയോളജിക്കൽ കാർസിനോജൻസ്, ഇതൊക്കെ ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. ഫിസിക്കൽ മാത്രമല്ല. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ അയോണൈസിങ് റേഡിയേഷനായിട്ടുള്ള എക്സ്റേ വരും, നോൺ അയോണൈസിങ് റേഡിയേഷൻസും അതിൽ വരുന്നുണ്ട്. ദെൻ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടുബാക്കോ, സ്മോക്കിംഗ്, ചൂയിങ് കോസ് വേരിയസ് ടൈപ്പ് ഓഫ് ക്യാൻസർ ലൈക്ക് ലങ് ക്യാൻസർ അല്ലേ, യൂറിനറി ബ്ലാഡർ ക്യാൻസർ അടക്കം ഉണ്ടാക്കുന്നുണ്ട്. ഇനി ബയോളജിക്കൽ കാർസിനോജൻ എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിളാണ് മക്കളെ ഓൺകോജീനിക് വൈറസ്. ഓൺകോജീനിക് വൈറസ്. ഇപ്പോൾ പല കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവാം, ഓൺകോജീനിക് വൈറസുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയോ? രണ്ട് എക്സാമ്പിൾ പഠിക്കാം. ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് അത് STDs മാത്രമല്ല ക്യാൻസറും ഉണ്ടാക്കും. ആൻഡ് രണ്ടാമത്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പോൾ ഈ രണ്ട് വൈറസും STDs മാത്രമല്ല ക്യാൻസറും ഉണ്ടാക്കും. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഏത് ക്യാൻസറാണ് ഉണ്ടാക്കുക? ഏത് ക്യാൻസറിന് കാരണമാകും? പേര് തന്നെ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഇറ്റ് കോസ് ലിവർ ക്യാൻസർ. ഇത് ലിവർ ക്യാൻസറിന് കാരണമാകും. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഏത് ക്യാൻസർ ഉണ്ടാക്കും? HPV എന്ന് വിളിക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഏത് ക്യാൻസർ ഉണ്ടാക്കും? മക്കളൊന്ന് പറഞ്ഞ് വേഗത്തിൽ ഒന്ന് റെസ്പോൺസ് ചെയ്ത് നിങ്ങൾക്ക് അറിയുമോ നോക്കട്ടെ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ ക്യാൻസറാണ്? വേഗം പറയൂ. ഏത് ക്യാൻസർ ഉണ്ടാക്കുക? ലിവർ അല്ലേ? ലിവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ലിവർ ക്യാൻസർ. ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് മക്കളെ. ഏത് ക്യാൻസർ ഉണ്ടാക്കും? ഒന്ന് പറഞ്ഞ് പറയൂ. ഏത് ക്യാൻസർ ഉണ്ടാക്കുക? സ്കിന്ന് അല്ല, ഒന്നുകൂടി. എന്ത് ക്യാൻസറൊക്കെ മെയിനായിട്ട് എന്ത് ക്യാൻസർ ഉണ്ടാക്കും? യെസ്, ഇത് സെർവിക്കൽ, മെയിനായിട്ട് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കും. ആൻഡ് ആൾസോ യൂട്ടിറൈൻ ക്യാൻസർ. സെർവിക്കൽ ക്യാൻസർ ആൻഡ് ആൾസോ യൂട്ടിറൈൻ ക്യാൻസർ. അതുകൊണ്ട് നിങ്ങൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്റർ പഠിച്ചില്ലേ? അതിൽ നമ്മൾ സിംറ്റംസ് പഠിക്കുന്നുണ്ട്. STD സിംറ്റംസ്, ലേറ്റ് സിംറ്റംസിൽ നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്?
pelvic inflammatory disease, ectopic pregnancy, stillbirth, abortion, അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ക്യാൻസർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. NCERTൽ കാണാം. അങ്ങനെ ക്യാൻസർ എന്ന് പറയാനുള്ള കാരണം ഇവർ STDs മാത്രമല്ല, ഇറ്റ് കോസ് ക്യാൻസർ ആൾസോ, ക്യാൻസറിനും കാരണം ആകും. മക്കളെ മനസ്സിലായില്ലേ? യെസ്. ഓക്കെ, അങ്ങനെ സി സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസായി. ഇനി ഡി, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി യൂസസ് എക്സ്റേ ടു ആക്യുറേറ്റ്ലി ഡിറ്റക്റ്റ് പാത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ദി ലിവിങ് ടിഷ്യൂ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. കാരണം ഇത് MRIനെ കുറിച്ചാണ് ശരി. കാരണം MRI ഉപയോഗിച്ചാണ് അഫക്റ്റഡ് ബോഡി പാർട്ടിൻ്റെ ഫിസിയോളജിക്കൽ പാത്തോളജിക്കൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ സഹായിക്കുക. CT സ്കാനിങ് എന്താണ്, അവിടെ എക്സ്റേ ആണ് ഉപയോഗിക്കുക. ഒരു 3 ഡയമെൻഷണൽ ഇമേജ് മാത്രം കിട്ടും. മൈന്യൂട്ട് ട്യൂമറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യും, പക്ഷേ ഒരിക്കലും ഫിസിയോളജിക്കൽ പാത്തോളജിക്കൽ ചേഞ്ചസ് മനസ്സിലാക്കാൻ MRI ആണ് ഉപയോഗിക്കുക. ഈ ഡിജിറ്റൽ ഇമേജ് കിട്ടും, അവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും നോൺ അയോണൈസിങ് റേഡിയേഷനുമാണ് MRIയിൽ ഉപയോഗിക്കുക. അപ്പോൾ മക്കൾ നോക്കൂ, എത്ര സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്? എ ശരിയാണ്, ബി ശരിയാണ്, സിയും ഡിയും ഫോൾസ് ആണ്. ദെൻ ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. മക്കളെ, ക്യാൻ യു ഫോളോ മീ? യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14, ഫൈൻഡ് ദി മിസ്മാച്ച് ഓപ്ഷൻ. മിസ്മാച്ച് ആണ് കണ്ടെത്തേണ്ടത്. മിസ്മാച്ച്. കൊളോസ്ട്രം കണ്ടെയ്ൻ ആൻറ്റിബോഡി IgA. അത് കുട്ടിക്ക് ഏത് ഇമ്മ്യൂണിറ്റി കൊടുക്കും? റെഡിമെയ്ഡ് ആൻറ്റിബോഡി വഴി പാസീവ് ഇമ്മ്യൂണിറ്റി നൽകും. അത് കറക്റ്റ് മാച്ചാണ്. വാക്സിൻ നമുക്കറിയാം. വാക്സിൻ എന്ന് പറയുമ്പോൾ വീക്കെൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കിൽഡോ ആയിട്ടുള്ള പാത്തോജനെ നമ്മൾ ഉള്ളിലേക്ക് ഇടുന്നു. അതിലൂടെ നമ്മൾ മെമ്മറി സെൽസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ ഒരു പാത്തോജൻ വരുമ്പോൾ നമ്മൾ ബോഡി എന്തുണ്ടാക്കുന്നു? ആൻറ്റിബോഡി. അത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. ഇവിടെ മെമ്മറി സെൽസ് ഉണ്ടാക്കാൻ കാരണമാകും. എപ്പോഴും വാക്സിൻ മെമ്മറിയുടെ ഫോമിൽ പ്രവർത്തിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ്. മാക്രോഫേജ് ഫാഗോസൈറ്റിക് ആണ്. അത് ഫിസിയോളജിക്കൽ ബാരിയർ അല്ല. ഏത് ബാരിയർ? സെല്ലുലാർ ബാരിയറിൽ വരുന്നതാണ്. സെല്ലുലാർ ബാരിയർ. ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സലൈവ, ടിയർ, ആസിഡ് ഇൻ സ്റ്റൊമക്ക് ഒക്കെ വരും. ദെൻ ഇൻ്റർഫെറോൺ, യെസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സൈറ്റോകൈൻ ബാരിയർ ആണ് മക്കളെ. അപ്പോൾ ആൻസർ എന്താ വരിക? മിസ്മാച്ച് എന്ന് പറയുമ്പോൾ മാക്രോഫേജ്. ഓക്കെ, മാക്രോഫേജ്. ഏത് ബാരിയർ? സെല്ലുലാർ ബാരിയർ. മാക്രോഫേജ് മാത്രമല്ല, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, നാച്ചുറൽ കില്ലർ സെൽസ്, ഇതൊക്കെ സെല്ലുലാർ ബാരിയറിലാണ് വരിക. അപ്പോൾ മക്കളെ മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 14 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഡി? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് നോക്കിയാലോ. റെഡി അല്ലേ? യെസ്. അലർജി ഈസ് ഡ്യൂ ടു റിലീസ് ഓഫ് ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അലർജൻസ് വന്നു കഴിഞ്ഞാൽ ഏത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും? IgE. അത് മാസ്റ്റ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ, ബൈൻഡ് ചെയ്യുമ്പോൾ അത് കെമിക്കലായ ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ഒക്കെ ഉണ്ടാക്കും. അത് വാസോ ഡൈലറ്ററാണ്. സെൻസറി നെർവ് എൻഡിങ്ങിൽ പെയിൻ, ഇച്ചിങ് അതിനൊക്കെ കാരണമാകുന്നുണ്ട്. ഓക്കെ, അതിലൂടെ അലർജി ഉണ്ടാകാനും കാരണമാകും. ദ യൂസ് ഓഫ് ഡ്രഗ്സ് ലൈക്ക് ആൻറ്റിഹിസ്റ്റമിൻ, അഡ്രിനാലിൻ ആൻഡ് സ്റ്റിറോയിഡ് ക്വിക്ക്ലി റെഡ്യൂസ് ദി സിംറ്റംസ് ഓഫ് അലർജി. ഈ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. കാരണം ഹിസ്റ്റമിൻ്റെ പ്രൊഡക്ഷനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. അത് സ്റ്റിറോയിഡൊക്കെ ആണെങ്കിൽ എന്താ? ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൻ്റെയും റെസ്പോൺസ് എന്ത് ചെയ്യും? റിഡ്യൂസ് ചെയ്യും. ഓക്കെ, അതൊക്കെ അലർജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന മെഡിസിനൊക്കെയാണ് ആൻറ്റിഹിസ്റ്റമിൻ, അഡ്രിനാലിൻ ആൻഡ് സ്റ്റിറോയിഡ്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മക്കളെ ട്രൂ ആണ്. ഓക്കെ, ദെൻ തേർഡ്, ദ തൈമസ് ഈസ് ലോബ്ഡ് ഓർഗൻ. യെസ്, ശരിയാണ്. ലൊക്കേറ്റ് നിയർ ദി ഹാർട്ടിൻ്റെ അടുത്തായിട്ട്, ബിനീത്ത് ദി ബ്രസ്റ്റ് ബോണിൻ്റെ താഴെ, ബിനീത്ത് താഴെ. ബ്രസ്റ്റ് ബോൺ ഈസ് സ്റ്റെർണം. നമ്മൾ ഓൾറെഡി ആ പിക്ചർ വരച്ചാൻ കാണിച്ചാണ്.
അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ട്രൂ ആണ്. ഇനി സ്പ്ലീൻ ഈസ് എ ലാർജ് റിസർവോയർ ഓഫ് RBC. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? സ്പ്ലീനെ നമ്മൾ ബ്ലഡ് ബാങ്ക് ഓഫ് RBC, റെഡ് ഓർഗൻ എന്ന് വിളിക്കാം. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഈ 4 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ട്രൂ ആണ്. അപ്പോൾ among the 4 option 4 is a right answer. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? എല്ലാവരും ആൻസർ എന്താ കൊടുത്തിരിക്കുന്നത്? 4 തന്നെ അല്ലേ? യെസ്. ഓക്കെ, റെഡി. ക്വസ്റ്റ്യൻ നമ്പർ 16, 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. സെലക്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. നോക്കാം, ഒരു ആൻജൻ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്ന ഇമ്മ്യൂണിറ്റി പ്രൈമറി റെസ്പോൺസ് ആണ്. കാരണം B സെൽസും T സെൽസും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻജൻ ആദ്യമായിട്ട് നമ്മളെ ബോഡിയിൽ വന്നുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല. എന്താണോ സ്ട്രക്ചർ, എന്താണോ ജനറ്റിക് മെറ്റീരിയൽ, അത് എവിടെ അറ്റാക്ക് ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ പ്രൈമറി റെസ്പോൺസ് എന്താണ്? ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, വെരി വീക്കായിരിക്കും, സ്ലോ ആയിരിക്കും. അപ്പോൾ ആ ആൻജൻ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളെ ഉള്ളിൽ നിൽക്കുകയാണ് അല്ലേ. പക്ഷേ എല്ലാ B T സെൽസും ആൻജനെ കൊല്ലാൻ വേണ്ടി പോവില്ല. കുറേ B T സെൽസ് ബിക്കം മെമ്മറി സെൽസായിട്ട് സ്പ്ലീൻ, ലിംഫ് നോഡിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും, കുറേ കാലം സ്റ്റോർ ചെയ്യും. കാലങ്ങൾ കഴിഞ്ഞ് ഇതേ ടൈപ്പ് ആൻജൻ വീണ്ടും വരുമ്പോൾ നമ്മളെ മെമ്മറി സെൽസ് ആക്റ്റീവ് ആവുകയും അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി റെസ്പോൺസ്, അതർവൈസ് കോൾഡ് അനാംനെസ്റ്റിക് ഫാസ്റ്റ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ കൂടുതൽ B T സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും, അതിനെന്ത് ചെയ്യും? ഇല്ലാതാക്കും. കാരണം ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ക്യുക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഏത്? സെക്കൻഡറി അഥവാ അനാംനെസ്റ്റിക് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഇനി ആ ആൻജൻ നമ്മളെ ബോഡിയെ അറ്റാക്ക് ചെയ്യില്ല. കാരണം ആ ആൻജന് എതിരായിട്ട് നമ്മൾ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി നമ്മൾ നേടിയെടുത്തു. അത് മെമ്മറി ബേസ്ഡ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഇൻകറക്റ്റ് ഏത് ആണ്? തുടങ്ങാം. പ്രൈമറി റെസ്പോൺസ് ഒക്കർ വെൻ അവർ ബോഡി ഫസ്റ്റ് എൻകൗണ്ടേഴ്സ് എ പാത്തജൻ. ശരിയാണ്. ഒരു ആൻജൻ ആദ്യമായി വരുമ്പോൾ നമ്മുടെ ബോഡി പ്രൈമറി സ്ലോ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി കുറഞ്ഞ പ്രൈമറി റെസ്പോൺസ് കാണിക്കും. നെക്സ്റ്റ്, സബ്സീക്വൻറ്റ് എൻകൗണ്ടേഴ്സ് വിത്ത് ദ സെയിം പാത്തജൻ എലിസിറ്റ് അനാംനെസ്റ്റിക് അഥവാ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലേ. സെയിം ആൻജൻ വീണ്ടും വന്നാൽ നമ്മൾ കാണിക്കുന്ന ഫാസ്റ്റ് ഇൻറ്റൻസിറ്റി കൂടിയ റെസ്പോൺസാണ് ഇത്. അനാംനെസ്റ്റിക് റെസ്പോൺസ് ബേസ്ഡ് ഓൺ ദി മെമ്മറി ഓഫ് ദി ഫസ്റ്റ് എൻകൗണ്ടർ. ഫസ്റ്റ് അറ്റാക്ക് ഇല്ലേ, അതിൻ്റെ മെമ്മറിയിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുക? അക്വയർഡ് ഇമ്മ്യൂണിറ്റീസ്. മെമ്മറി ബേസ്ഡ് ഇമ്മ്യൂണിറ്റി ആണ്. നെക്സ്റ്റ്, അക്വയർഡ് ഇമ്മ്യൂണിറ്റി നോൺ സ്പെസിഫിക് അല്ല, സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് പ്രസൻറ്റ് അറ്റ് ദി ബർത്തും അല്ല. നമ്മൾ ലൈഫ് നേടിയല്ലേ, ബർത്തിന് ശേഷം ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്, മെമ്മറി ബേസ്ഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഇറ്റ് അക്വയർഡ് ഡ്യൂറിങ് ലൈഫ് ടൈം. ഓക്കെ മക്കളെ, റെഡി അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 4 ആണ്. അപ്പോൾ മക്കൾ നോക്കൂ, ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും ഇത് ആൻസർ കിട്ടി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മക്കളെ ക്യാൻ യു ഫോളോ മീ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്. അപ്പോൾ ചാപ്റ്റർ തറവാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും, വേഗത്തിൽ പറ്റും. നിങ്ങൾ കൃത്യമായി ആൻസർ ചെയ്യുക. ലൈവിൽ നല്ല ആത്മാർത്ഥമായി ആക്റ്റീവായിട്ട് തുടർന്നും എന്ത് ചെയ്യുക? ഇതേപോലെ പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17, 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വായിക്കാം. മാച്ച് ദി കോളം 1 ആൻഡ് കോളം 2, സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. കോളം 1 വൈറൽ ഇൻഫെക്ഷൻ. ഇതിൽ ഏതാണ് വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ്? കോമൺ കോൾഡ്. സി ആണ്. കാരണം കോമൺ കോൾഡിന് കാരണം റൈനോ വൈറസ് ആണ്. അപ്പോൾ 1 സി ആയി. ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിംഗ് വേം പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു റിംഗ് വേം അതിന് കാരണമായ ഫംഗസ് ആണ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. മക്കളെ ക്ലിയർ അല്ലേ? യെസ്. പ്രോട്ടോസോവൻ ഇൻഫെക്ഷൻ ദ ഡി ആണ്.
അമീബിക് ഡിസെൻറ്ററി, അമീബിയാസിസ്, അതിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവ ആണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. നിങ്ങൾക്കറിയാം മോണോജെനറ്റിക് പാരസൈറ്റ് ആണല്ലേ. ഹെൽമിന്ത് ഇൻഫെക്ഷൻ ബി ഫിലാരിയാസിസ്, അതിന് കാരണം ഫൈലാരിയൽ വേമാണ് വോച്ചറേരിയ ബാൻക്രോഫ്റ്റി ആൻഡ് വോച്ചറേരിയ മലായി. അപ്പോൾ CADB നോക്കുക, CADB മക്കളപ്പോൾ ആൻസർ 3 അല്ലേ? നോക്കിയേ എല്ലാവരും ഒന്ന് നോക്കിയേ, ആൻസർ 3 തന്നെ ഒന്നെല്ലാം റെസ്പോൺസ് ചെയ്യൂ. 1C റെഡി അല്ലേ? 2A 3D 4B റൈറ്റ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. യു ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 18 കുറച്ച് വായിക്കാണ്ട്, പക്ഷേ സിമ്പിളാണ്. ഫൈൻഡ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ന്യൂമോണിയ ആൻഡ് കോമൺ കോൾഡ്. ന്യൂമോണിയയെക്കുറിച്ചും കോമൺ കോൾഡിനെ കുറിച്ചും ശരിയായിട്ടുള്ളത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നോക്കാം. ന്യൂമോണിയ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അല്ലേ, കമ്മ്യൂണിക്കബിൾ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ്, ഇൻഫെക്ഷസ് ഡിസീസാണ് ഏത്? ന്യൂമോണിയ. അത് ശരിയാണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ് അല്ലേ, എയർബോൺ ഡിസീസാണ്. കോമൺ കോൾഡ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസാണോ? നോ, അതും ന്യൂമോണിയ പോലെ കമ്മ്യൂണിക്കബിൾ ആണ്, ഇൻഫെക്ഷസ് ആണ്, എയർബോൺ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. 2 ന്യൂമോണിയ ഈസ് കോസ്ഡ് ബൈ റൈനോ വൈറസ് അല്ല. ന്യൂമോണിയക്ക് കാരണം നമ്മൾ ഓൾറെഡി എഴുതിയാണ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ തുടങ്ങിയ 2 ബാക്ടീരിയ. കോമൺ കോൾഡ് കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ല, അത് ന്യൂമോണിയക്ക് കാരണമാകും. റൈനോ വൈറസ് ആണ് കോമൺ കോൾഡ് ഉണ്ടാക്കുക. ദെൻ 3 ന്യൂമോണിയ കോസ്ഡ് ബൈ വൈറസ് അല്ല, ബാക്ടീരിയ ആണ്. കോമൺ കോൾഡ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയം, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ അല്ല, അതിന് കാരണം എന്താണ്? വൈറസ് ആണ്, റൈനോ വൈറസ്. ന്യൂമോണിയ പാത്തജൻ ഇൻഫെക്റ്റ് ആൽവിയോളി, ശരിയാണ്, ആൽവിയോളി ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. വേറാസ് കോമൺ കോൾഡ് അഫക്റ്റ് നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ് ബട്ട് നോട്ട് ലങ്സ്, ലങ്ങിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എമംഗ് ദി 4 ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ലഭിച്ചെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ 4. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ആക്ട് ആസ് ഫിസിയോളജിക്കൽ ബാരിയർ ടു പ്രിവെൻറ്റ് ദി എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ഹ്യൂമൻ ബോഡി? ഇപ്പോൾ നമുക്കറിയാം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഇൻബോൺ ഇമ്മ്യൂണിറ്റി, നമുക്ക് തരാൻ 4 ബാരിയർ ഉണ്ടല്ലേ. അതിലൊന്നാണ് ഫിസിയോളജിക്കൽ ബാരിയർ. അതിലെന്തൊക്കെ വരും? ടിയർ വരും, സലേവ ഇൻ മൗത്ത് വരും, ആസിഡ് ഇൻ സ്റ്റൊമക്കൊക്കെ ഫിസിയോളജിക്കൽ ബാരിയറാണ്. നമുക്ക് നോക്കാം. ഇൻ്റർഫ്രോൺ സൈറ്റോകൈൻ ബാരിയറാണ്. സ്കിന്ന് ഫിസിക്കൽ ബാരിയറാണ്. മോണോസൈറ്റ് സെല്ലുലാർ ബാരിയർ. അപ്പോൾ ക്ലിയർ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1 ടിയർ ആണ് ഫിസിയോളജിക്കൽ ബാരിയർ. കാരണം ടിയറിൽ നമ്മൾക്ക് എന്തിനെ കാണാൻ പറ്റും? ഇത് കണ്ടെയ്ൻ ലൈസോസൈം. ഇറ്റ് ആക്ട് ആസ് എ ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ്. ഇത് ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ് ആയിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. സലേവയിലും നമുക്ക് എന്ത് കാണാം? ലൈസോസൈം കാണാം. ഓക്കെ, റെഡിയല്ലേ മക്കളെ? മനസ്സിലാവുന്നില്ലേ? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സിമ്പിളാണ്. ഡസ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് MRI യൂസ് വിച്ച് അപ്രോച്ചസ് ടു ഡിറ്റക്റ്റ് പാത്തോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ലിവിങ് ടിഷ്യൂ? ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇമേജിംഗ് ടെക്നിക്ക് ഉണ്ട്. റേഡിയോഗ്രഫി ഒന്നാണ്, അവിടെ എക്സ്റേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റേഡിയോഗ്രാഫി ഇമേജ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ CT സ്കാനിങ്, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി, അവിടെ എക്സ്റേ ഉപയോഗിക്കും, 3 ഡയമെൻഷണൽ ഇമേജ് ലഭിക്കും. മൈന്യൂട്ട് ട്യൂമർ അടക്കം നമുക്ക് ഇമേജ് കിട്ടും. ഓക്കെ, പക്ഷേ MRI അങ്ങനെയല്ല. MRI ഡിജിറ്റൽ ഇമേജ് ലഭിക്കും.
ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാംലെസ് ആയിട്ടുള്ള എന്താണ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും നോൺ അയോണൈസിങ് റേഡിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്. പാത്തോളജിക്കൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ ലിവിങ് ടിഷ്യൂ മനസ്സിലാക്കാൻ ഉപയോഗിക്കേണ്ട മൈന്യൂട്ട് ട്യൂമർ അപ്പോൾ മനസ്സിലാക്കാനും ഉപയോഗിക്കേണ്ട അപ്പോൾ ഏറ്റവും നല്ല ഇമേജിംഗ് ടെക്നിക്കിലൊന്നാണ് MRI. അപ്പോൾ അവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് നോൺ അയോണൈസിങ് റേഡിയേഷൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എല്ലാവരും ആൻസർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അത്രയും സിമ്പിളാണ്. ഓക്കെ, അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തു. അപ്പോൾ വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതേപോലെ മുന്നോട്ട് പോകേണ്ടതാണ്. റെഡി? യെസ്, നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21, 21ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുകയാണ് മക്കളെ. നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സെലക്ട് ഇൻകറക്റ്റ് വൺ. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? നോക്കാം. IgG immunoglobulin gamma is the smallest and most abundant antibody. ട്രൂ ആണോ ഫോൾസ് ആണോ? ഓൾറെഡി പറഞ്ഞു ട്രൂ ആണ്. മദർ നിന്നും കുട്ടിയിലേക്ക് പ്ലാസൻ്റ് വഴി പോകുന്ന സ്മോളസ്റ്റ് ആൻറ്റിബോഡിയും IG ഏതാണ്? G ആണ്. സ്മോളസ്റ്റ് മോസ്റ്റ് ന്യൂമറസ് ആൻറ്റിബോഡിയായ IgG ആണ്. ആൻജൻ ബൈൻഡിങ് സൈറ്റ് ആർ പ്രസൻറ്റ് അറ്റ് C ടെർമിനൽ ഓഫ് ആൻറ്റിബോഡി. ഇപ്പം നോക്കും മക്കളെ, ഞാൻ ആൻറ്റിബോഡി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് ആൻറ്റിബോഡി. നോക്കാം, ഒരു ആൻറ്റിബോഡി. ഇതാണ് ആൻറ്റിബോഡി. ഹെവി ചെയിൻ ഞാൻ വരച്ചു. ദെൻ ലൈറ്റ് ചെയിൻ ഞാൻ കാണിച്ചു. അപ്പോൾ ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആണല്ലേ. ഇവിടെ C ടെർമിനലാണ്. ഇവിടെ COOH ആണ് ഫ്രീ. ഇത് N ടെർമിനൽ NH2 ഫ്രീ ആണ്. C ടെർമിനൽ N ടെർമിനൽ C ടെർമിനൽ N ടെർമിനൽ C N ടെർമിനൽ. ഓക്കെ, അപ്പോൾ ആൻജൻ ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? ആൻജൻ ബൈൻഡ് ചെയ്യുന്ന ഭാഗം ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഏത് ടെർമിനൽ? N ടെർമിനലാണ് ആൻജൻ ബൈൻഡ് ചെയ്യുക, C അല്ല. അങ്ങ് നോക്കുമ്പോൾ ഏത്? ഓപ്ഷൻ 2 എന്താണ്? ഫോൾസ് ആണ്. ഇവിടെ മക്കൾക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റ് പറയാം. നോക്കാം. ഹെവി ചെയിൻ, ലൈറ്റ് ചെയിൻ, രണ്ട് ചെയിൻ നോക്കിയാൽ അവിടെ നമുക്ക് രണ്ട് റീജിയൻ കാണാൻ പറ്റും. ഹെവി ചെയിൻ, ലൈറ്റ് ചെയിൻ, രണ്ട് റീജിയൻ ഉണ്ട്. നോക്കാം. ഈ റീജിയൻ ഹെവി ചെയിൻ്റെ റീജിയനാണ്, ഇത് ലൈറ്റ് ചെയിൻ്റെ റീജിയനാണ്. നമുക്ക് ഇതിന് വിളിക്കാം ഈസ് കോൾഡ് വേരിയബിൾ റീജിയൻ. അപ്പോൾ ഇത് വേരിയബിൾ റീജിയൻ ഓഫ് ഹെവി ചെയിൻ, ഇത് വേരിയബിൾ റീജിയൻ ഓഫ് ലൈറ്റ് ചെയിൻ. ഓക്കെ, അതിനുശേഷമുള്ള റീജിയൻ നോക്കിയേ. ഇതാണ് ഹെവി ചെയിൻ്റെ രണ്ടാമത്തെ റീജിയൻ, ലൈറ്റ് ചെയിൻ്റെ രണ്ടാമത്തെ റീജിയൻ ഇതാണ്. ഓക്കെ, ആ റീജിയനെ നമ്മൾക്ക് വിളിക്കുന്ന പേരാണ് മക്കളെ ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ് റീജിയൻ. ഹെവി ചെയിൻ്റെയും ലൈറ്റ് ചെയിൻ്റെയും കോൺസ്റ്റൻറ്റ് റീജിയൻ ഇതാണ്. കോൺസ്റ്റൻറ്റ് റീജിയൻ ഇതാണ്. ഇപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന പോയിൻ്റ്, ആൻറ്റിജൻ ബൈൻഡ് ചെയ്യുന്ന ഭാഗമാണ് ഇത്. ഓക്കെ, ഇസ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. അത് ഏത് റീജിയനിലാണ് കാണുക? വേരിയബിൾ റീജിയൻ. അപ്പോൾ വേരിയബിൾ റീജിയൻ ഓഫ് ഹെവി ചെയിൻ, വേരിയബിൾ റീജിയൻ ഓഫ് ലൈറ്റ് ചെയിൻ, അവിടെയാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുക. ഈ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റിനെ നമ്മൾക്ക് മറ്റൊരു പേരും കൂടി വിളിക്കാം മക്കളെ. ഈ പോയിന്റ് നോട്ട് എഴുതെടുത്തോ. ഈസ് കോൾഡ് പാരാടോപ്പ്. നമ്മൾക്ക് എന്ത് വിളിക്കാം? പാരാടോപ്പ് എന്ന് വിളിക്കാം. അവിടെ ആര് പോയിട്ട് ബൈൻഡ് ചെയ്യും? അവിടെ ആരാ ബൈൻഡ് ചെയ്യുക? ആൻറ്റിജൻ പോയിട്ട് വേണം അല്ലേ? ഒരു ആൻറ്റിജൻ, ഈ ആൻറ്റിജൻ പോയിട്ട് അവിടെ ബൈൻഡ് ചെയ്ത് വരിക. ഇതൊരു ആൻറ്റിജനാണ് ഉണ്ടോ? ഒരു ആൻറ്റിജൻ അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഇതൊരു ആൻറ്റിജൻ. അതിന് ഏത് ഭാഗം ബൈൻഡ് ചെയ്യും? ഇതാ ഈ ഭാഗം പോയി ബൈൻഡ് ചെയ്യും. അതിന് വിളിക്കും എപ്പിടോപ്പ്. ഓക്കെ, അപ്പോൾ രണ്ട് പോയിൻ്റ് മക്കൾ പഠിച്ചില്ലേ? അപ്പോൾ ഒരു ആൻറ്റിബോഡിയുടെ വേരിയബിൾ റീജിയൻ ഓഫ് ഹെവി ചെയിൻ, വേരിയബിൾ റീജിയൻ ഓഫ് ലൈറ്റ് ചെയിൻ, അവിടെയാണ് ആൻജൻ ബൈൻഡ് ചെയ്യുന്ന ആൻജൻ ബൈൻഡിങ് സൈറ്റ് അഥവാ പാരാടോപ്പ് കാണാം. ആ പാരാടോപ്പിലാണ് ആൻജൻ്റെ ഏത് ഭാഗം പോയി ബൈൻഡ് ചെയ്യുക? എപ്പിടോപ്പ് പോയിട്ട് ബൈൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ അവിടെ കവർ ചെയ്തു.
എല്ലാവർക്കും ലൈവ് ഡിസ്കഷൻ മനസ്സിലാകുന്നു, യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വേണ്ട പോയിൻറ്റ്സുകൾ മക്കൾ എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, റൈറ്റ്. ഓക്കെ, നാച്ചുറൽ കില്ലർ സെൽസ് NK സെൽസ് ഇസ് എ ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ് ആണ്. ശരിയാണ്. അസോസിയേറ്റ് വിത്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. കാരണം നാച്ചുറൽ കില്ലർ സെൽസ് ഏത് ബാരിയറിൽ വരുന്നതാണ്? സെല്ലുലാർ ബാരിയർ. സെല്ലുലാർ ബാരിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നൽകുന്ന ബാരിയറിൽ വരുന്നതാണ്. അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് റെസ്പോൺസിബിൾ ഓർഗൻസിനെ നമുക്ക് വിളിക്കാം ഗ്രാഫ്റ്റ്. കിഡ്നി ആവാം, ലിവറൊക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിനെ ഗ്രാഫ്റ്റ് എന്ന് വിളിക്കും. ഒരാളുടെ ബോഡിയിലേക്ക് ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ റിസീപ്പൻ്റെ ബോഡി ആ സമയത്ത് എന്ത് കാണിക്കും? ഉറപ്പായിട്ടും ഇമ്മ്യൂണിറ്റി കാണിക്കും. ആ ഗ്രാഫ്റ്റിനെ, ആ ഓർഗനെ ബോഡിയിൽ നിന്നും റിജക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ആ ബോഡിയെ, റിസീപ്പൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഗ്രാഫ്റ്റ് ഫോറിൻ ബോഡിയാണ്. അപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്യും. അതിന് സഹായിക്കുന്നത് ഏത് ഇമ്മ്യൂണിറ്റിയാണ്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് മക്കളെ സഹായിക്കുക. എന്ന് വെച്ചാൽ അത് തരുന്നത് ഏത് ലിംഫോസൈറ്റാണെന്ന് നിങ്ങൾക്കറിയാലോ. T ലിംഫോസൈറ്റ് ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തരിക. അതിൽ ഏത് T സെൽസാണ്? സൈറ്റോടോക്സിക് T സെൽസ് ആണ്. എന്തിന് കാരണം? ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണം. ഓക്കെ, അപ്പോൾ ഗ്രാഫ്റ്റ് റിജക്റ്റ് ചെയ്യുന്നത് ഏത് ഇമ്മ്യൂണിറ്റിയാണ്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് T ലിംഫോസൈറ്റുകൾ തരുന്ന ഇമ്മ്യൂണിറ്റിയാണ്. T ലിംഫോസൈറ്റ് മക്കളെ കുറേ ടൈപ്പ് ഉണ്ട്. പ്രധാനമായും 4 ടൈപ്പ് T സെൽസ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു സൈറ്റോടോക്സിക് T സെൽസ് അതിൽ വരും. സൈറ്റോടോക്സിക് T സെൽസ് വരും. പിന്നെ ഹെൽപ്പർ T സെൽസ് വരും. ഹെൽപ്പർ T സെൽസ് വരും. ഓക്കെ, ദെൻ സപ്രസർ T സെൽസ് വരും. ആൻഡ് ഇത് മെയിൻ T സെൽസ്. പിന്നെ നമുക്ക് എന്തുകൂടി പറയാനാണെങ്കിൽ മെമ്മറി T സെൽസ് കൂടി വരും. അപ്പോൾ ഇത്രയും T സെൽസ് ഉണ്ടെങ്കിലും ഗ്രാഫ്റ്റ് റിജക്ഷൻ നടത്തുന്നത് ഏത് T സെൽസാണ്? ആ പോയിൻ്റ് മക്കൾ പഠിച്ചോ. സൈറ്റോടോക്സിക് T സെൽസ്. അതാണ് എന്തിന് കാരണം? ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണം. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. എന്നുവെച്ചാൽ T സെൽസാണ്. അതിലേത് T സെൽസാണ്? റൈറ്റ് ആൻസർ. ഓക്കെ, കാരണം ആൻജൻ ബൈൻഡിങ് സൈറ്റ് പാരാടോപ്പ് N ടെർമിലാണ് കാണുക, C ടെർമിൽ അല്ല. മക്കൾക്ക് ഈ പോയിൻ്റ് മനസ്സിലായില്ലേ? റെഡി? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് അടക്കം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ലൈവ് സെഷൻ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യൂ. ട്രൂ ആണോ ഫോൾസ് ആണോ? മീൻസ് ഈ ലൈവ് സെഷൻ നിങ്ങൾക്ക് പുതിയ പുതിയ പോയിൻറ്റുകൾ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ഒന്ന് വേഗം റെസ്പോൺസ് ചെയ്യൂ. യെസ്, താങ്ക് യു. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വസ്റ്റ്യൻ നമ്പർ 22. വൺ ഓഫ് ദി കോമൺ സിംറ്റംസ് ഒബ്സർവ്ഡ് ഇൻ പീപ്പിൾ ഇൻഫെക്റ്റഡ് വിത്ത് ഡെങ്കു ഫീവർ. അപ്പോൾ ഡെങ്കു ഫീവർ, ഇപ്പോൾ ഡെങ്കു ഫീവർ നമ്മൾ സിലബസിൽ ന്യൂലി ടോപ്പിക് ആഡ് ചെയ്ത പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ഡെങ്കു ഫീവറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഡെങ്കു ഫീവർ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്? ഡെങ്കു ഫീവർ. അപ്പോൾ മക്കളെല്ലാവരും വേഗത്തിൽ നോക്കുക. ഡെങ്കു ഫീവർ എന്താണ്? അതിലെന്തൊക്കെ പാർട്ടുകൾ നിങ്ങൾ പഠിക്കണം? ഓക്കെ, തുടങ്ങാം. ഡെങ്കു ഫീവർ. ഡെങ്കു ഫീവർ നമ്മൾ വിളിക്കുന്ന പേര് തന്നെ ഇങ്ങനെയാണ്, ബ്രേക്ക് ബോൺ ഫീവർ. ബ്രേക്ക് ബോൺ ഫീവർ എന്ന് വിളിക്കുക. ബ്രേക്ക് ബോൺ ഫീവർ. ഓക്കെ, ഇതൊരു വെക്ടർ ബോൺ ഡിസീസാണ്. വെക്ടറിൽ കൂടി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസാണ് ഡെങ്കു ഫീവർ. വെക്ടർ ബോൺ ഡിസീസ്. ഏത് വെക്ടർ എന്ന് വെച്ചാൽ മൊസ്കിറ്റോ ആണ്. ഓക്കെ, ഡെങ്കു ഫീവറിന് കാരണമായിട്ടുള്ള പാത്തോജൻ ആരാണ്? ഈസ് എ ഡെങ്കു വൈറസ് ആണ്. ഡെങ്കു വൈറസ് അല്ലേ? ഡെങ്കു വൈറസ് നമുക്ക് എന്ത് വിളിക്കാം? ആർബോ വൈറസ് എന്ന് വിളിക്കാം. ആർബോ വൈറസ് എന്ന് വിളിക്കാം. ആക്ച്വലി
ആർബോ വൈറസ് ഫ്ലാവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന വൈറസാണ് ആർബോ വൈറസ്. റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ്, അഫക്റ്റഡ് ബോഡി പാർട്ട്. നമ്മുടെ ബോഡിയിൽ ഏത് ഭാഗത്തെയാണ് ഡെങ്കു ഫീവർ അഫക്റ്റ് ചെയ്യുക? ഡെങ്കു ഫീവർ മെയിൻലി അഫക്റ്റ് ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ബോൺ മാരോ. ഈ ഭാഗങ്ങൾ മെയിനായിട്ട് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അപ്പോൾ അഫക്റ്റഡ് ബോഡി പാർട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഞാൻ പറഞ്ഞു ത്രൂ വെക്ടറാണ്. ഏത് വെക്ടറാണ്? മൊസ്കിറ്റോ ആണ്. ഏത് മൊസ്കിറ്റോ ആണ്? ഈഡിസ്, ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോ ആണ്. ഇപ്പോൾ ഫീമെയിൽ ഈഡിസ് അങ്ങനെ കൊടുക്കണം, ഫീമെയിൽ ആണ് കേട്ടോ. ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോസ് വഴിയാണ്, ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോ വഴിയാണ് സ്പ്രെഡ് ചെയ്യുക. ഇപ്പോൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സിംറ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെങ്കു ഫീവറിൻ്റെ മോസ്റ്റ് കോമൺ സിംറ്റംസ് എന്തൊക്കെ ആണെന്ന് വെച്ചാൽ, ഒന്ന് മൈൽഡ് ഫീവർ, ചെറിയ ഫീവർ ഉണ്ടാവും. മൈൽഡ് ഫീവർ ടു ഡേഞ്ചറസ് ആയിട്ടുള്ള ഹിമോറാജിക് ഫീവർ വരെ അതുവരെ പോവാം. ഹിമോറാജിക് ഫീവർ. ഓക്കെ, ആ ഒന്നാമത്തെ സിംറ്റം. റെഡി. രണ്ടാമത്തത് ഈസ് ബ്ലീഡിങ് ഉണ്ടാവാം. ബ്ലീഡിങ് ഫ്രം, എവിടെ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവും? ബ്ലീഡിങ് ഫ്രം നോസ് ആൻഡ് ഗം. മോണയിൽ നിന്നും മൂക്കിൽ നിന്നും എന്താ ബ്ലീഡിങ് ഉണ്ടാവും. ചിലപ്പോൾ സിവിയർ ഹെഡേക്ക്, നല്ല തലവേദന ഉണ്ടാവും. സിവിയർ ഹെഡേക്ക് മസിൽ പെയിനും കാരണമാകും. ഇത് മസിൽ പെയിന് കാരണമാകും. പിന്നെ ജോയിൻ്റ് പെയിനും കാരണമാകും. പിന്നീട് ഡിക്രീസ്, സിവിയർ കേസസിൽ ഡിക്രീസ് ത്രോംബോസൈറ്റ്സ് അഥവാ പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറയാൻ കാരണമാകും. ഓക്കെ, യെസ്. നോക്കാം. ഇനി നമുക്ക് ഡയഗ്നോസിങ് ടെസ്റ്റ്. നോർമലി ഏത് ഡയഗ്നോസിങ് ടെസ്റ്റാണ് ഇത് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുക? എലൈസ ടെസ്റ്റിനാണ്. എലൈസ ടെസ്റ്റ്. ഇനി പ്രിവെൻഷൻ ക്യൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേഴ്സൺ പ്രൊട്ടക്ഷൻ ഫ്രം മൊസ്കിറ്റോസ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൊസ്കിറ്റോ ലാർവകൾ നമ്മൾ ഇല്ലാതാക്കുക, മൊസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക, ബൈറ്റിൽ നിന്ന് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? രക്ഷപ്പെടുക തുടങ്ങിയതാണ്. പിന്നെ വാക്സിൻ ഉപയോഗിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ഒന്ന് ക്യൂ ഡെങ്ക വാക്സിൻ ഉണ്ട്. ദെൻ ഡെങ്ക് വാക്സിയ. ഇപ്പോൾ ഡെങ്ക് വാക്സിയ തുടങ്ങിയ വാക്സിൻ അവൈലബിൾ ആണ് അഗെയിൻസ്റ്റ് ഡെങ്കു ഫീവർ. ഓക്കെ, മക്കൾ ഇത്രയും പോയിൻറ്റ്സുകൾ നോക്കുക. ഇനി ഒന്നുകൂടി പറയാം, 2 ടൈപ്സ് എന്തുണ്ട്? ഡെങ്കു ഫീവർ ഉണ്ട്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡെങ്കു ഫീവർ നമുക്ക് പറയാം. ഒന്നാമത്തേതാണ് ഏത്? ഈസ് ക്ലാസിക് ഡെങ്കു ഫീവർ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ ഡെങ്കു ഹീമോറാജിക് ഫീവർ. ഇത്രയുമാണ് ഡെങ്കു ഫീവറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് കേട്ടോ. ഇത്രയും പോയിന്റുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിൽ ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ 2 ന്യൂ ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഗുനിയനെ കുറിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞു. ആ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഡെങ്കു ഫീവറിനെ കുറിച്ച് ഇത്രയും പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യൂ? ചോദിക്കൂ. ഓക്കെ, റെഡി. ഇപ്പോൾ വേണ്ടുന്നവർ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചാൽ നന്നായിരിക്കും. റെഡി? യെസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, വൺ ഓഫ് ദി കോമൺ സിംറ്റംസ് ഒബ്സർവ്ഡ് ഇൻ പീപ്പിൾ ഇൻഫെക്റ്റഡ് ഡെങ്കു ഫീവർ എന്തൊക്കെയാണ്? സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ RBC കൗണ്ട് ആണോ? ഇല്ല, നമ്മൾ പഠിപ്പിച്ചതിൽ RBC കൗണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ WBC കൗണ്ട്? നോ. സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ
platelets count, significant increase in platelets count, no decrease ആണ് അല്ലേ, നമ്മൾ അങ്ങനെയല്ല പറഞ്ഞു decrease, okay, right, decrease, right, significant decrease in platelets count, then option 3 is right answer. എല്ലാവരും കൃത്യമായ ആൻസർ ചെയ്ത് നോക്കട്ടെ. 3, okay, very good, ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. റെഡി അല്ലേ, സിമ്പിൾ അല്ലേ? ഓക്കെ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. 23ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി കോഡ് ഗിവൺ ബിലോ. ലിസ്റ്റ് 1ൽ ഡ്രഗുകൾ കൊടുത്തു, ലിസ്റ്റ് 2ൽ സോഴ്സ് അത് എവിടുന്ന് ലഭിച്ചു എന്നും കൊടുത്തു. നോക്കാം, മരുവാന ഒരു കന്നാബിനോഡ് ഡ്രഗാണ്. ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം കന്നാബിസ് സറ്റൈവ ഹെംപ് പ്ലാന്റ്. കന്നാബിസ് സറ്റൈവ, അപ്പോൾ A3 ആയി. ഹെറോയിൻ നമുക്കറിയാം, പേപ്പർ സൊംനിഫറത്തു നിന്നും നമുക്ക് എന്ത് ലഭിക്കുന്നു? മോർഫിൻ ഉണ്ടാക്കുന്നു. ഈ മോർഫിന് അസറ്റിലേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈ അസറ്റിൽ മോർഫിനായ ഹെറോയിൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ പറയാം, ഹെറോയിൻ നമുക്ക് എവിടെ നിന്ന് ലഭിക്കാം? പേപ്പർ സൊംനിഫറം. ശരിക്കും പേപ്പർ സൊംനിഫറത്തും മോർഫിൻ ഉണ്ടാക്കുന്നു, മോർഫിൻ നിന്നും ഹെറോയിൻ ഉണ്ടാക്കുന്നു. ഹെറോയിൻ ഫോർ പേപ്പർ സൊംനിഫറം, പോപ്പി പ്ലാന്റ്. കൊക്കൈൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എവിടുന്ന? എറിത്രോസൈലം കൊക്ക 2. ഓക്കെ, 2 ആണ്. LSD ഹാലൂസിനോജൻ സൈക്കിഡെലിക് ഡ്രഗിന് എക്സാമ്പിളാണ് LSD. ലൈസർജിക് ആസിഡ് ഡൈഈഥൈൽ അമൈഡ് ഒബ്റ്റൈൻഡ് ഫ്രം ക്ലാവിസെപ്സ് പർപ്യൂരിയ ഈസ് എർഗോട്ട് ഫംഗസ് ആണ്. അത് 1. അപ്പോൾ A3 B4 C2 D1. അപ്പോൾ ഏതാ മക്കൾ ആൻസർ വരിക? ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കൾക്കും ഇത് കിട്ടി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. അപ്പോൾ സാധാരണ നീറ്റ് എക്സാമിന് മാച്ച് ദി ഫോളോയിങ് ചോദിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. കാരണം ഏതെങ്കിലും ഒരു ഓപ്ഷൻ കറക്റ്റായാൽ തന്നെ ആൻസർ ആകുന്ന രീതിയിലാണ് എപ്പോഴും നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കിട്ടി തന്നെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. അപ്പോൾ അത്ര സിമ്പിളാണ് എല്ലാ വർഷവും മാച്ച് ദി ഫോളോയിങ്. അപ്പോൾ ഒന്ന് ലഭിച്ചാൽ ആൻസർ ലഭിക്കുന്ന രീതിയിലാണ് നീറ്റ് എക്സാമിന് ഇതേവരെ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മാർക്ക് ലഭിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24. അസർഷൻ ഡ്യൂറിങ് HIV ഇൻഫെക്ഷൻ ദ പേഷ്യൻ്റ് ബിക്കം ഇമ്മ്യൂണോ ഡെഫിഷ്യൻറ്റ്. നമ്മൾക്കറിയാം, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസിൽ വരുന്ന ഒരു എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിളാണ് എയ്ഡ്സ്. അതിന് കാരണം HIV ഇൻഫെക്ഷനാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് HIV വന്നു കഴിഞ്ഞാൽ ആ HIV സ്റ്റോർ ചെയ്യുന്ന HIV ഫാക്ടറി നമുക്കറിയാം മാക്രോഫേജ്. പക്ഷേ HIVയുടെ റെപ്ലിക്കേഷൻ നടന്നിട്ട് ആ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് ഇമ്മ്യൂണിറ്റി നശിപ്പിക്കുന്നത് ഏത് സെൽസിൻ്റെ ഡിസ്ട്രോയ് ചെയ്യുന്നതിലൂടെയാണ്? ഹെൽപ്പർ T സെൽസ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു HIV വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്ട്രോയ് ഹെൽപ്പർ T സെൽസ്. ഹെൽപ്പർ T സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യും. നമ്മൾക്കറിയാം ഹെൽപ്പർ T സെൽസിൻ്റെ ഫങ്ഷൻ നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ ഫങ്ഷൻ ദാറ്റ് സ്റ്റിമുലേറ്റ് ഹെൽപ്പർ T സെൽസ് സ്റ്റിമുലേറ്റ് സൈറ്റോടോക്സിക് T സെൽ. മകളെ, സൈറ്റോടോക്സിക് T സെൽസിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ സൈറ്റോടോക്സിക് T സെൽ എന്ത് ചെയ്യും? അത് ആൻറ്റിനെ കൊല്ലും. അതിലൂടെ പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇനി ഹെൽപ്പർ T സെൽസിൻ്റെ രണ്ടാമത്തെ ഫങ്ഷൻ സ്റ്റിമുലേറ്റ്. ഇതാര് സ്റ്റിമുലേറ്റ് ചെയ്യും? സ്റ്റിമുലേറ്റ് ബി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ബി ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് എന്താണ്? ആൻറ്റിബോഡി. അപ്പോൾ ആൻറ്റിബോഡികളെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആൻറ്റിബോഡി വഴി നമുക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഓർ നമുക്കതിനെ ഇങ്ങനെ വിളിക്കാം ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി അഥവാ ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഹെൽപ്പർ T സെൽസ് സൈറ്റോടോക്സിക് T സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ
അതിലൂടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ടി എച്ച് സെൽസ് ബി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിലൂടെ പ്രൊവൈഡ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഹെൽപ്പർ ടി സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. നമുക്കറിയാം HIV റെപ്ലിക്കേഷൻ നടക്കുന്നത് ഹെൽപ്പർ ടി ലിംഫോസൈറ്റാണ്. അപ്പോൾ സെൽസിനെ പൊട്ടിച്ചുകൊണ്ട് ഈ ന്യൂ വൈറസ് ബ്ലഡിലേക്ക് വരുന്നു. അത് അടുത്ത ഹെൽപ്പർ ടി സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ബോഡിയിൽ ഹെൽപ്പർ ടി സെൽസ് എല്ലാം ഡാമേജ് ആകുമ്പോൾ നമുക്ക് ഈ 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റി നമുക്ക് നഷ്ടപ്പെടുന്നു. ശരിക്കും ഇമ്മ്യൂണിറ്റി ഇല്ലാതാക്കുന്നതാണ് HIV ഇൻഫെക്ഷനിലൂടെ നമുക്ക് വരുന്ന പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാതാകുമ്പോൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സംഭവിക്കുമ്പോൾ മറ്റു പല ഡിസീസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. അതുമൂലം നമ്മൾ എന്ത് ചെയ്യും? ഡെത്ത്, മരണം സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. HIV ഇൻഫെക്ഷൻ ദ പേഷ്യൻ്റ് ബിക്കം ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആവുന്നു. ഇമ്മ്യൂണിറ്റി ഇല്ലാതാകുന്ന കണ്ടീഷനിലേക്ക് നീങ്ങുന്നു. ശരിയല്ലേ? യെസ്, ശരിയാണ്. റീസൺ HIV വൈറസ് അറ്റാക്ക് ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സ്. HIV ഹെൽപ്പർ ടി സെൽസിനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ആൻഡ് ഡിക്രീസ് ദർ സെൽ കൗണ്ട്. അങ്ങനെ ഹെൽപ്പർ ടി സെൽസിൻ്റെ എണ്ണം കുറയുന്നു. അതിലൂടെ ഈ ഫങ്ഷൻ നടക്കാതെ വരുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും എന്താണ് മക്കളെ? ട്രൂ അല്ലേ? അത് മാത്രമല്ല, എന്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഇല്ലാതാകുന്നു? ഹെൽപ്പർ ടി സെൽസിൻ്റെ എണ്ണം കുറയുന്നു. അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടി ആണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ 1 ബോത്ത് assertion and reason are true. The reason is correct explanation of assertion. Option 1 is right answer. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 24 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ മനസ്സിലാവുന്നില്ലേ? റെഡി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കാം. The principle of vaccination is based on the property. ഇപ്പോൾ നമ്മൾ വാക്സിനേഷൻ നടത്തും, വാക്സിൻ നമ്മളുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഏത് പ്രോപ്പർട്ടിയുടെ ബേസിലാണ് പ്രവർത്തിക്കുക? ഞാൻ പറഞ്ഞു, ഒരു വീക്കായ അല്ലെങ്കിൽ അറ്റുനേറ്റ് ആയിട്ടുള്ള കിൽഡ് ആയിട്ടുള്ള വാക്സിൻ പാത്തജനെ നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ നമ്മളെ ബോഡിയിൽ ഒരു മെമ്മറി ബി സെൽസും മെമ്മറി ടി സെൽസും ഉണ്ടാക്കാൻ കാരണമാകും. ഇനി ഇതേ പാത്തജൻ്റെ യഥാർത്ഥ ലീവ് ഫോം ഇനി പിന്നീട് ലൈഫ് മുന്നോട്ട് വരുമ്പോൾ നമ്മളെ ബോഡി കൂടുതൽ സ്റ്റിമുലേറ്റ് ആകുകയും സെക്കൻഡറി റെസ്പോൺസ്, ഫാസ്റ്റ് റെസ്പോൺസ് വഴി അതിനെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ഈ വാക്സിൻ്റെ എപ്പോഴും വാക്സിൻ പ്രവർത്തിക്കുന്നത് മെമ്മറിയുടെ ബേസിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ മെമ്മറി സെൽസ് ഉണ്ടാക്കുക എന്നാണ് വാക്സിനേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ അതിൻ്റെ യഥാർത്ഥ ഫോമിൽ നിന്ന് നമ്മൾ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, പ്രിൻസിപ്പിൾസ് ഓഫ് വാക്സിനേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രോപ്പർട്ടി ഓഫ്, ഒന്ന് സ്പെസിഫിസിറ്റി ആണോ? അല്ല. ഈസ് വൺ ഓഫ് ദി ക്യാരക്ടർ ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. നമുക്കറിയാം, നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആൻജൻ വരുമ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻറ്റിബോഡി ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ആൻജന് എതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, അതിനെ സ്പെസിഫിസിറ്റി എന്ന് വിളിക്കാം. ദെൻ ഡൈവേഴ്സിറ്റി. നോക്കാം, നമ്മളെ ബോഡിയിലേക്ക് ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആൻജൻ വരുന്നുണ്ട്. അതിന് കറസ്പോണ്ടായിട്ട് നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിഫറെൻറ്റ് ടൈപ്സ് ഡൈവേഴ്സ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഡൈവേഴ്സിറ്റി. ഓക്കെ, ദെൻ മെമ്മറിയുടെ ബേസിലാണ് പ്രവർത്തിക്കുക. ദെൻ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഫീച്ചറാണ്. സെൽഫ് ഏതാ നോൺ സെൽഫ് ഏതാന്ന് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? അറ്റാക്ക് ഓൺലി നോൺ സെൽഫ് പാർട്ടിക്കിൾസ്, നോൺ സെൽഫ് ബോഡി. ദ സെയിം ടൈം അതിലൂടെ പ്രൊട്ടക്റ്റ് സെൽഫ് ബോഡി. സെൽഫ് സെൽസിനെ, സെൽഫ് പാർട്ടിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. അതിന് നമ്മൾക്ക് ഇങ്ങനെ വിളിക്കാം, ഈസ് കോൾഡ് സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അതർവൈസ് കോൾഡ് സെൽഫ് ടോളറൻസ് എന്ന് വിളിക്കാം. സെൽഫ് ടോളറൻസ് എന്ന് വിളിക്കാം. അപ്പോൾ സെൽഫ് ഏതാ നോൺ സെൽഫ് ഏതാ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ഓൺലി നോൺ സെൽഫ് സെൽസ്, thereby protect our self part is called
സെൽഫ് പ്രൊട്ടക്ഷൻ, അതർവൈസ് കോൾഡ് സെൽഫ് ടോളറൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ വാക്സിനേഷൻ പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഇസ് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് മെമ്മറി ബേസിലാണ് പ്രവർത്തിക്കുക. ഓപ്ഷൻ 3 മെമ്മറി ഈസ് റൈറ്റ് ആൻസർ. മക്കളെ റെഡി അല്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ 25 കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 26. Which of the given pairs of infection in man are transmitted primarily by Aedes mosquito? ഫീമെയിൽ ഈഡിസ് മൊസ്കിറ്റോ വഴി മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? നോക്കിയാലോ, നമുക്ക് 4th നിന്നും 1ലേക്ക് നോക്കാം അല്ലേ. ന്യൂമോണിയ അത് വെക്ടർ ബോൺ അല്ല, ഡ്രോപ്ലെറ്റ് എയർബോൺ ഇൻഫെക്ഷനാണ്, എയർബോൺ ഡിസീസാണ്, ഡ്രോപ്ലെറ്റ്സ് ഇൻഫെക്ഷനാണ്, അപ്പോൾ അത് വരില്ല. ടൈഫോയിഡ് കണ്ടാമിനേറ്റഡ് ഫുഡിൽ കൂടി വാട്ടറിൽ കൂടി സ്പ്രെഡ് ചെയ്യും, അപ്പോൾ അതും വരില്ല. ടൈഫോയിഡ് ഞാൻ പറഞ്ഞു. ദെൻ ലീഷ്മാനിയാസിന് കാരണം പാത്തജൻ ലീഷ്മാനിയ ഡിനോവാണി ആണ്. ഇത് വെക്ടർ ബോൺ ഡിസീസാണ്. ഇത് പകർത്തുന്ന വെക്ടർ ഇസ് എ ബൈറ്റ് ഓഫ് സാൻഡ് ഫ്ലൈ. എന്തല്ല, മൊസ്കിറ്റോ അല്ല, സാൻഡ് ഫ്ലൈയുടെ ബൈറ്റിങ്ങിൽ കൂടിയാണ് ലിഷ്മാനിയാസിസ് സ്പ്രെഡ് ചെയ്യുക. ലിഷ്മാനിയാസിസ് അതർവൈസ് കോൾഡ് കാല അസർ എന്ന് വിളിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഡും ഫീവർ എന്നൊക്കെ അതിന് വിളിക്കും. അപ്പോൾ ഇത് രണ്ടും വരില്ല. ലിംഫാറ്റിക് ഫൈലാരിയാസിസ് അല്ലേ, ഫൈലാരിയൽ വേം കാരണമാകുന്നതാണ്. അത് സ്പ്രെഡ് ചെയ്യുന്നത് മൊസ്കിറ്റോ ആണ്, പക്ഷേ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ക്യൂലക്സ് മൊസ്കിറ്റോ ആണ്. മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. ഓക്കെ, അതേസമയത്ത് ഈഡിസ് മൊസ്കിറ്റോ വഴി സ്പ്രെഡ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു, ചിക്കൻ ഗുനിയ ആൻഡ് ഡെങ്കു ഫീവർ. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. റെഡിയല്ലേ മക്കളെ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, ചിക്കൻ ഗുനിയ ആൻഡ് ഡെങ്കു ഫീവർ. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ 27, 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ഗിവൻ 2 സ്റ്റേറ്റ്മെൻറ്റ്. അസർഷൻ: സ്മോക്കിംഗ് കോസസ് ഓക്സിജൻ ഡെഫിഷ്യൻസി ഇൻ ദി ബോഡി. ട്രൂ ആണോ ഫോൾസ് ആണോ? ഒന്ന് വേഗത്തിൽ റെസ്പോൺസ് ചെയ്യൂ. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്. റീസണും കൂടി ഞാൻ വായിക്കാം, നമുക്ക് ഒന്നിച്ച് പറയാം. സ്മോക്കിംഗ് ഇൻക്രീസസ് കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് ഇൻ ബ്ലഡ് and reduce the concentration of heme-bound oxygen. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. റെഡി? ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന എയർ, ഇപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, മക്കളെ ശ്രദ്ധിച്ചു, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് അല്ലേ, ലങ്സിലേക്ക് എന്തെടുക്കുന്നു? എയർ എടുക്കുന്നു. അപ്പോൾ എയറിൽ നമുക്കറിയാം എന്തൊക്കെ ഉണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓക്സി ഹീമോഗ്ലോബിൻ ലഭിക്കും. കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കാർബോക്സി ഹീമോഗ്ലോബിൻ കിട്ടും. പക്ഷെ ഒരു ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത അത് കൂടുതൽ അഫിനിറ്റി ആരോടാണ് കാണിക്കുക? കാർബൺ മോണോക്സൈഡ് ദാൻ ഓക്സിജൻ. എത്ര ടൈം എന്നറിയോ? എത്ര ടൈമാ? 200-300 ടൈംസ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഷോ മോസ്റ്റ് അഫിനിറ്റി ടുവേർഡ്സ് കാർബൺ മോണോക്സൈഡ് ദാൻ ഓക്സിജൻ. 200-300 ടൈംസ്, ഓക്സിജനേക്കാളും 200-300 ടൈംസ് ഹീമോഗ്ലോബിന് കാർബൺ മോണോക്സൈഡുമായിട്ട് അഫിനിറ്റി കൂടുതലാണ്. അപ്പോൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ലഭിക്കും? കാർബോക്സി ഹീമോഗ്ലോബിൻ ലഭിക്കും. കാർബോക്സി ഹീമോഗ്ലോബിൻ ഒരു സ്റ്റേബിൾ കോമ്പൗണ്ടാണ്. അതുമൂലം ഈ ഹീമോഗ്ലോബിനുകൾക്ക് ഓക്സിജനെ ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പം നമ്മളെ ബോഡിയിലേക്ക് സെല്ലിന് വേണ്ടത്ര
ആവശ്യമുള്ള ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ഹൈപ്പോക്സിയ കണ്ടീഷൻ വരും, അനീമിക് കണ്ടീഷൻ വരും. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇതാണ് റീസൺ. അപ്പോൾ നോക്കിയേ, അസേർഷൻ സ്മോക്കിംഗ് കോസസ് ഓക്സിജൻ ഡെഫിഷ്യൻസി ഇൻ ദി ബോഡി. റെഡി, ശരിയാണ്. അതിന് കാരണമാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് സ്റ്റേബിൾ കോമ്പൗണ്ടായ കാർബോക്സി ഹീമോഗ്ലോബിൻ കിട്ടും. അതിലൂടെ റെഡ്യൂസ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഹീം ബൗണ്ട് ഓക്സിജൻ. ഓക്സി ഹീമോഗ്ലോബിൻ്റെ എന്താണ് കൗണ്ട്, നമ്പർ, ഫോർമേഷൻ കുറയുന്നു. അപ്പോൾ അസേർഷനും റീസണും ശരിയാണ്. റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടിയാണ്. ദെൻ എമംഗ് ദി 4 ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? എല്ലാ മക്കൾക്കും ഇത് കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പോയിൻ്റ് കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഡി? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28 നമ്മൾ പോവാണ്. റെഡി അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 28. ഹൗ മെനി ഓഫ് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ടൈഫോയിഡ്? ടൈഫോയിഡിനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. സാൽമോണല്ല ടൈഫി ഈസ് എ പാത്തോജനിക് ബാക്ടീരിയം. അത് ശരിയാണ്. വിച്ച് കോസ് ടൈഫോയിഡ് ഫീവർ ഇൻ ഹ്യൂമൻ ബീങ്. അപ്പോൾ നമ്മൾ ടൈഫോയിഡ് അഥവാ എൻഡറിക് ഫീവറിന് കാരണം സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ ആണ്. അത് കറക്റ്റ് അല്ലേ മക്കളെ? എല്ലാവർക്കും ലഭിച്ചില്ലേ? ആൻസർ അറിയില്ലേ? യെസ്, അത് ശരിയാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2. ദിസ് പാത്തജൻ ഏതാ? സാൽമോണല്ല ടൈഫി ജനറലി എൻ്റർ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് വേണം, ഇൻറ്റസ്റ്റൈൻ ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേറ്റ് വിത്ത് ദം. നമുക്കറിയാം, കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡിൽ കൂടി വാട്ടറിൽ കൂടിയാണ് ഈ ബാക്ടീരിയ ഉള്ളിലേക്ക് വരിക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ട്രൂ ആണ്. ഇനി പാത്തോജൻ ഇൻഫെക്റ്റ് സാൽമോണല്ല ടൈഫി ഇൻഫെക്റ്റ് ദി അലിമെൻ്ററി കനാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതും ശരിയാണ്. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ ആൻഡ് ഡെത്ത് മേ ഒക്കർ ഇൻ സിവിയർ കേസസ്. അപ്പോൾ ഇത് നമുക്കറിയാം, ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സിംറ്റംസ് ഉണ്ടാവുക? സസ്റ്റെയിൻഡ് ഹൈ ഫീവർ ഉണ്ടാവും, 49 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സസ്റ്റെയിൻഡ് ഹൈ ഫീവർ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, സ്റ്റൊമക്ക് പെയിൻ ഉണ്ടാവും, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാവും. അതുമാത്രമല്ല ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ അടക്കം ഈ ടൈഫോയിഡ് മൂലം ഉണ്ടാവും. ഇൻറ്റസ്റ്റൈനൽ പെർഫറേഷൻ, അപ്പോൾ സിവിയർ കേസസിൽ ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ഏതെങ്കിലും ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ദെൻ ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ യെസ്. അപ്പോൾ 28ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. റെഡി? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29. അസേർഷൻ റീസൺ ഞാൻ പറയാണ്. അസേർഷൻ ആൻ ആൻറ്റിബോഡി ഈസ് റെപ്രസെൻറ്റഡ് ആസ് H2L2. ഓക്കെ റെഡി? നമുക്കറിയാം, ആൻറ്റിബോഡീസ് മേഡപ്പ് ഓഫ് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. അതിൽ 2 ചെയിൻസ് ഹെവി ചെയിൻ, ലോങ് ചെയിൻസ് ആണ്. അത് നമ്മൾ H2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 2 ചെയിൻ ലൈറ്റ് ചെയിൻസ് ആണ്, ലൈറ്റ് ചെയിൻസ്. ഓക്കെ, അതുകൊണ്ട് L2 എന്ന് റെപ്രസെൻറ്റ്, ലൈറ്റ് ചെയിൻ, ഷോർട്ട് ചെയിൻ. അപ്പോൾ ആൻറ്റിബോഡി ഈസ് റെപ്രസെൻറ്റഡ് ആസ് H2L2. അത് ശരിയല്ലേ? ശരിയാണ്. ഇനി റീസൺ നോക്കാം. An antibody molecule has 2 heavy chain H2 and 2 light chain L2. The correct explanation കൂടിയാണ്. Both assertion and reason are true. Reason is correct explanation of assertion. Option 1 is right answer. ഇനി മക്കൾ നീറ്റ് എക്സാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എപ്പോഴും ഈ 1 2 3 4 ഇതേപോലെ വരണമെന്നും നിർബന്ധമൊന്നുമില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ പഠിച്ച് എല്ലാവരും മനസ്സിൽ എന്താ 1 കറക്റ്റ് എക്സ്പ്ലനേഷൻ, 2 എക്സ്പ്ലനേഷൻ അല്ല 3 ഇങ്ങനെ മനസ്സിലിങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ നാളെ എക്സാമിന് ചിലപ്പം ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ് എക്സ്പ്ലനേഷൻ, ഓപ്ഷൻ 1 എന്തായിരിക്കും
അസേർഷൻ റീസൺ ഫോൾസ് എന്നായിരിക്കും. അപ്പോൾ നാളെ നീറ്റ് എക്സാമിന് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ 1 എന്താ, 2 എന്താ, 3 എന്താ, 4 എന്താ, ഇത് കൃത്യമായി മനസ്സിലാക്കി വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ എന്ത് ചെയ്യും, തെറ്റിക്കും. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 29 ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ നമ്പർ 30 ക്വസ്റ്റ്യൻ ഇതാണ്. വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് ബി ആൻ എക്സാമ്പിൾ ഓഫ് പാസീവ് ഇമ്മ്യൂണിറ്റി? പാസീവ്, ശ്രദ്ധിക്കണം കേട്ടോ, പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ വരാത്തത്, ആ എക്സാമ്പിൾ വരാത്തത് ഏത്? ക്വസ്റ്റ്യൻ മനസ്സിലല്ലേ? പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ വരാത്തത് ഏത്? നോക്കാം. ഫീറ്റസ് റിസീവ്സ് ആൻറ്റിബോഡി ഫ്രം ദെയർ മദർ ത്രൂ പ്ലാസൻറ്റ. നമുക്കറിയാം അമ്മയുടെ ബോഡിയിൽ ഉള്ള ഒരു ആൻറ്റിബോഡിയാണ് സ്മോളസ്റ്റ് മോസ്റ്റ് എബണ്ടൻ്റ് ആൻറ്റിബോഡി IgG ആണ്. മദർ ബോഡി ഉണ്ടാക്കി, അത് നാച്ചുറലി ഉണ്ടാക്കി. ആ മദർ ബോഡി നാച്ചുറലി ഉണ്ടാക്കിയ IgG എന്ന ആൻറ്റിബോഡി പ്ലാസൻ്റ വഴി കുട്ടിയിലേക്ക് പോകുന്നു. അപ്പോൾ കുട്ടിക്ക് എന്ത് കിട്ടി? ഓൾറെഡി ഉണ്ടാക്കി വെച്ച റെഡിമെയ്ഡ് ആൻറ്റിബോഡി കിട്ടി. അപ്പോൾ റെഡിമെയ്ഡ് ആൻറ്റിബോഡി ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി എന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റി. ആ ആൻറ്റിബോഡി മദർ ബോഡിയിൽ എങ്ങനെ ഉണ്ടാക്കി? നാച്ചുറലി ഉണ്ടാക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഏതിന് എക്സാമ്പിളാണ്? പാസീവ് ഇമ്മ്യൂണിറ്റി. അത് ഏത് പാസീവാ? നാച്ചുറലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിളാണ്. കാരണം മദർ ബോഡി ആൻറ്റിബോഡി നാച്ചുറലി ഉണ്ടാക്കിയാണ്. റെഡിയല്ലേ? അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ് അബൌട്ട് പാസീവ് ഇമ്മ്യൂണിറ്റി. അത് നോക്കണം. ഇമ്മ്യൂണിറ്റി കോൺഫേർഡ് ബൈ IgA ആൻറ്റിബോഡി പ്രസൻറ്റ് ഇൻ കൊളോസ്റ്റം. ഓക്കെ, കൊളോസ്റ്റം ഈസ് എ യെല്ലോ കളേർഡ് മിൽക്കാണ്, ഫോർ മിൽക്കാണ്. മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദി ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. കൊളോസ്റ്റത്തിൽ നമുക്ക് IgA എന്ന ആൻറ്റിബോഡി കാണാം. അത് മദർ ഉണ്ടാക്കിയ ആൻറ്റിബോഡി, നാച്ചുറലി ഉണ്ടാക്കിയ ആൻറ്റിബോഡി. അപ്പോൾ കുട്ടി ആ മദർ മിൽക്ക് കൊളോസ്റ്റം കഴിക്കുമ്പോൾ കുട്ടിക്ക് IgA എന്ന ആൻറ്റിബോഡി, റെഡിമെയ്ഡ് ആൻറ്റിബോഡി കിട്ടും, ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആൻറ്റിബോഡി. അപ്പോൾ പാസീവ് ഇമ്മ്യൂണിറ്റി, അതും നാച്ചുറലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും പാസീവ് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, റൈറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റേറ്റ്മെൻറ്റ് 3, ഗിവിങ് ആൻറ്റിവെനം. അല്ലേ, സ്നേക്ക് ബൈറ്റ് നടന്നാൽ നമ്മൾ ആൻറ്റിവെനം കൊടുക്കും അല്ലേ. ആൻറ്റിവെനം മീൻസ് കണ്ടെയ്നിങ് ആൻറ്റിബോഡി എഗെയിൻസ്റ്റ് വെനം ആഫ്റ്റർ സ്നേക്ക് ബൈറ്റ്. അപ്പോൾ പാമ്പ് കടിച്ചാൽ നമ്മൾ ആൻറ്റിവെനം എന്ത് ചെയ്യും? ഇഞ്ചെക്റ്റ് ചെയ്യും. ആ ആൻറ്റിവെനം എന്താണ്? നമ്മൾ ഉണ്ടാക്കിയ ആൻറ്റിബോഡിയാണ്, പ്രീ ഫോംഡ് ആൻറ്റിബോഡിയാണ്. അതെന്ത് ചെയ്യും? പാമ്പ് കടിച്ച ആളിലേക്ക് കൊടുക്കുമ്പോൾ ആ ആളിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഉണ്ടാക്കി വെച്ച ആൻറ്റിബോഡി ലഭിക്കുമ്പോൾ ഏത് ഇമ്മ്യൂണിറ്റിയാണ്? പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അത് നാച്ചുറലി ഉണ്ടാക്കിയ അല്ലാത്തതുകൊണ്ട് അതെന്താ? ആർട്ടിഫിഷ്യലി അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആയിട്ട് മാറി. ദെൻ 4th, എ പേഴ്സൺ ഡെവലപ്പിംഗ് ഇമ്മ്യൂണിറ്റി ആഫ്റ്റർ നാച്ചുറൽ ഇൻഫെക്ഷൻ ബൈ പാത്തജൻ. ദാറ്റ്സ് അബൌട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഈ സ്റ്റേറ്റ്മെൻറ്റ് പാസീവ് അല്ല, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. കാരണം ഒരു പാത്തജൻ നമ്മൾ ഉള്ളിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പ്രൈമറി റെസ്പോൺസ് കാണിക്കും, T സെൽസ് ഉണ്ടാക്കും. പക്ഷേ ആ പ്രൈമറി റെസ്പോൺസ് സ്ലോ ആണ്, ഇൻറ്റൻസിറ്റി കുറവാണ്. അപ്പോൾ ആ ആൻറ്റിജൻ നമ്മൾ കീഴ്പ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ഇതേ സമയത്ത് മെമ്മറി സെൽസ് ഉണ്ടാക്കി ലിംഫ് നോഡിൽ, സ്പ്ലീനിൽ സ്റ്റോർ ചെയ്യും. അതിന് ഫസ്റ്റ് എൻകൗണ്ടറിൻ്റെ ഓർമ്മകൾ, മെമ്മറി ഉണ്ട്. കുറച്ച് കാലം കഴിഞ്ഞ് ഇതേ ആൻറ്റിജൻ വരുമ്പോൾ കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡറി റെസ്പോൺസ് അഥവാ അനാംനെസ്റ്റിക് റെസ്പോൺസ് ഉണ്ടാക്കും. അതിന് ഇൻറ്റൻസിറ്റി കൂടുതലാണ്, ഫാസ്റ്റാണ്, കൂടുതൽ എമൗണ്ട് T സെൽസ് ഉണ്ടാക്കും, അത് ആൻറ്റിജനെ കൊല്ലും. അപ്പോൾ ഇവിടെ ഇത് എന്താണ്? ആക്റ്റീവാണ്. നമ്മളെ ബോഡി തന്നെയാണ് ഇന്നുണ്ടാക്കുക ആൻറ്റിബോഡി എഗെയിൻസ്റ്റ് ആൻറ്റിജൻ. അപ്പോൾ ഓപ്ഷൻ 4 എന്താണ്? ഇമ്മ്യൂണിറ്റി തന്നെയാണ്. അത് പക്ഷെ എന്തല്ല, പാസീവ് ഇമ്മ്യൂണിറ്റി അല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. നിക്കോട്ടിൻ ഒരു സ്റ്റിമുലൻ്റ് ആണ്, അതേസമയത്ത് ടോക്സിൻ കൂടിയാണ്. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മൾ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഏത്? നിക്കോട്ടിൻ സ്റ്റിമുലൻ്റ് ആണ്. നോക്കാം നിക്കോട്ടിൻ്റെ ഫങ്ഷൻ എന്താണ്. ഈസ് എ CNS ഡിപ്രസൻ്റ് ആണോ? അല്ല. ഡിപ്രസൻറ്റിൽ വരുന്നത് ഒപ്പിയോയിഡ് ഡ്രഗാണ്, ഹെറോയിൻ, മോർഫിനൊക്കെയാണ്. ആൻഡ് കോസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ അല്ല. കോമൺലി ലീഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് സിറോസിസ് ഓഫ് ലിവർ ആണോ? അതല്ല, അത് ആൽക്കഹോൾ തുടങ്ങിയ കെമിക്കൽസാണ്. ദെൻ 3. നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ് അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡ് റിലീസ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. ഇതിൻ്റെ ഫങ്ഷൻ നമുക്കറിയാം, എല്ലാം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഹാർട്ട് ബീറ്റ് കൂടും, ബ്ലഡ് പ്രഷർ കൂട്ടും, അങ്ങനെ എല്ലാം ഇൻക്രീസ് ചെയ്യും. സ്റ്റിമുലൻ്റ് ആണ്. ഈസ് വെരി ഇഫക്റ്റീവ് അനൽജസിക് മീൻസ് പെയിൻ കില്ലർ ആൻഡ് സെഡേറ്റീവ് ആണോ? അല്ല, അത് മോർഫിൻ. ഇപ്പോൾ സർജറി കഴിഞ്ഞ് ഒരാളിൽ അനൽജസിക്കായിട്ട്, പെയിൻ കില്ലറായിട്ട്, സെഡേറ്റീവായിട്ട് നമ്മൾ ആരെയാണ് ഉപയോഗിക്കുക? ഡിപ്രസൻ്റ് ആയിട്ടുള്ള മോർഫിനെ ഉപയോഗിക്കും. ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ലാക്ടെക്സ് ഓഫ് പേപ്പർ സോംനിഫറം. ഓക്കെ, ദെൻ ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. മക്കളെ മനസ്സിലാവുന്നില്ലേ? ക്യാൻ യു ഫോളോ മീ? യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32 നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗത്തിൽ ആൻസർ ലഭിക്കും. ഡ്രോപ്ലെറ്റ്സ് ക്യാൻ ബി ദി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തജൻ കോസിങ് ഓൾ ദി ഫോളോയിങ് ഡിസീസ് എക്സെപ്റ്റ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഡിസീസിൽ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, എയർബോൺ ഡിസീസിൽ വരാത്തത് ഏത്? നോക്കാം. അസ്കാരിയാസിസ് അത് ഏത് വഴിയാണ് വരിക? കണ്ടാമിനേറ്റഡ് ഫുഡിൽ, വാട്ടറിൽ കൂടിയാണ് സ്പ്രെഡ് ചെയ്യുക. അതിന് കാരണം അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് എന്ന മോണോ ജനറ്റിക് പാരസൈറ്റ് ആണ്. ന്യൂമോണിയ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. കോമൺ കോൾഡും ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. COVID-19 ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ എമംഗ് ദി 4 ഓപ്ഷൻ അസ്കാരിയാസിസ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എയറിൽ കൂടി പകരുന്ന ഡിസീസിന് എക്സാമ്പിൾ അല്ല. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടിയാണ്. അതിന് കാരണം അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് എന്ന് പറഞ്ഞ ഹ്യൂമൻ റൗണ്ട് വേമാണ്. അതൊരു മോണോ ജനറ്റിക് പാരസൈറ്റ് ആണ്. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്റ്റ് മാത്രമേ ഉള്ളൂ, അത് നമ്മളാണ്. നമ്മുടെ അലിമെൻ്ററി കനാലിനാണ് അതെന്ത് ചെയ്യുക? അഫക്റ്റ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? യെസ്. ഓക്കെ, നോക്കാം. 33. Which disease given in column 1 is not correctly matched with sign and symptoms in column 2? സിമ്പിൾ ആണ്. കോളം 1-ൽ ഡിസീസ് കൊടുത്തു, കോളം 2-ൽ അതിൻ്റെ സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. നോക്കാലോ. ആദ്യം 1 ഫൈലാരിയാസിസ്, മന്തുരോഗം, എലഫൻറ്റിയാസിസ്. നോക്കാം. ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ലോവർ ലിംബ് ആൻഡ് സ്ക്രോട്ടം. ഇത് ശരിയാണ്. കാരണം നമുക്കറിയാം ഫൈലാരിൽ വേവ് ആരാണ് അഫക്റ്റ് ചെയ്യുക? ലിംഫ് വെസൽസിനാണ്. ലിംഫ് വെസൽസ് ഓഫ് ലോവർ ലിംബ്, സ്ക്രോട്ടം അതിന് അഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ ഭാഗം എന്ത് ചെയ്യും? സ്വെല്ലിംഗ് സംഭവിക്കും, വീർത്ത് വരും. ആ കാലൊക്കെ ആനക്കാല് പോലെയായിട്ട് മാറും അല്ലേ. അപ്പോൾ ലിംഫാറ്റിക് വെസൽസ് ഓഫ് ലിംബ്, സ്ക്രോട്ടം, പിന്നെ മാമറി ഗ്ലാൻഡ് അതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. റിംഗ് വേം, വട്ടച്ചൊറി, ഫംഗസാണ് ഉണ്ടാക്കുക. ഇൻറ്റേർണൽ ബ്ലീഡിങ്, മസ്കുലർ പെയിൻ, ഫീവർ ആൻഡ് അനീമിയ അതിൻ്റെ സിംറ്റംസ് അല്ല. ഇതിന് സിംറ്റംസ് എന്താ? നമ്മുടെ റിംഗ് വേം ദാറ്റ് അഫക്റ്റ് അവർ സ്കിൻ ആൻഡ് സ്കാൽപ്പ്. ഇപ്പോൾ ഡ്രൈ സ്കെയിലി ലീഷൻസ് ഉണ്ടാവുന്നു, അവിടുന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പോവും, ആ ഭാഗത്ത് നല്ല ഇച്ചിങ് ഉണ്ടാവും, അതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. പക്ഷേ അതേസമയത്ത് ഇൻറ്റേർണൽ ബ്ലീഡിങ്, മസ്കുലർ പെയിൻ, ഫീവർ, അനീമിയ എന്നത് അസ്കാരിയാസിസിൻ്റെ സിംറ്റംസിൽ വരുന്നത് ആണ്. റിംഗ് വേമിൻ്റെ സിംറ്റംസിൽ അല്ല വരിക. അമീബിയാസിസ്, അമീബിക് ഡിസെൻട്രി, അതിൻ്റെ ഫലമായിട്ട് അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാംസ് ഉണ്ടാവും. സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. യെസ്, അത് ശരിയാണ്. അത് അമീബിയാസിസിൻ്റെ സിംറ്റംസിൽ വരുന്നതാണ്. ന്യൂമോണിയ നമുക്കറിയാം ആര് എഫക്റ്റ് ഉണ്ട്? ആൽവിയോളിനാണ് ഇൻഫെക്റ്റീവ് അല്ലേ. ഇപ്പോൾ ഫീവർ ഉണ്ടാവും, ചിൽസ് ഉണ്ടാവും, കഫ് ഉണ്ടാവും, ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ഉണ്ടാവും. അത് മാത്രമല്ല ഇൻ സിവിയർ കേസസ് ഓഫ് ന്യൂമോണിയ എന്താണ് ഫിംഗർ,
ഫിംഗർ നെയിൽ ലിപ്സ് ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് കളറായിട്ട് മാറും. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അപ്പോൾ ഫിംഗർ നെയിൽ ലിപ്സ് ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് കളറാകുന്നത് ഏത് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് പറയാം ന്യൂമോണിയ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ചോദ്യം നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 മക്കളെ നോക്കൂ, ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 33 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ്. നോക്കാം 34. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ ദ 2 എക്സാമ്പിൾ ആർ കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ദർ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ കറക്റ്റ്ലി മാച്ച്ഡ് വേണം പറയാൻ വേണ്ടിയിട്ട്. പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈസ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾക്കൊരു എക്സാമ്പിൾ ന്യൂട്രോഫിലൊക്കെ അതിന് എക്സാമ്പിളാണ് PMNL അല്ലേ, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്. ആൻഡ് മോണോസൈറ്റ് ദേ ആർ ഫാഗോസൈറ്റിക് സെൽ പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി. അത് രണ്ടും ഏതിൻ്റെ സെല്ലുലാർ ബാരിയറിൽ വരുന്നതാണ്, പ്രൊവൈഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ കില്ലർ സെൽസ് ആൻഡ് മാക്രോഫേജ് അത് സൈറ്റോകൈൻ ബാരിയർ അല്ല, രണ്ടും സെല്ലുലാർ ബാരിയറിൽ വരുന്നത് ആണ്. അപ്പോൾ അത് ഇൻകറക്റ്റായി. സലൈവ ഇൻ മൗത്ത് ടിയർ ഇൻ ഐ ഓക്കെ, രണ്ടിലും എന്നുണ്ട് ലൈസോസൈം എന്ന ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ഉണ്ട്. രണ്ടും ഫിസിക്കൽ അല്ല മക്കളെ, ഫിസിയോളജിക്കൽ ബാരിയറിൽ വരുന്നതാണ്, ഫിസിയോളജിക്കൽ ബാരിയർ. അതേസമയത്ത് മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദി എപ്പിത്തീലിയൽ ലൈനിങ് ഓഫ് യൂറിനോ ജെനിറ്റൽ ട്രാക്ട് സ്കിന്ന്, അത് രണ്ടും ഫിസിയോളജിക്കൽ അല്ല, ഫിസിക്കൽ ബാരിയറിൽ വരുന്നതാണ്, ഫിസിക്കൽ ബാരിയർ. അപ്പോൾ ഇൻകറക്റ്റ്ലി ക്വസ്റ്റ്യൻ ദ കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് മാത്രമേ വരുന്നുള്ളൂ, എ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇൻകറക്റ്റ്ലി മാച്ചാണ്. ദെൻ ഓപ്ഷൻ 1 എ ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഈ സെഷൻ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നോക്കാം ലാസ്റ്റ് ഈ സെഷൻ്റെ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇൻ വിച്ച് ഡിസീസ് ഡസ് മൊസ്കിറ്റോ ട്രാൻസ്മിറ്റഡ് പാത്തജൻ കോസ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽ? ഓക്കെ, താഴെ തന്നിരിക്കുന്ന ഏത് ഡിസീസ് ആണ് ലിംഫാറ്റിക് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ്? അത് മാത്രമല്ല അത് സ്പ്രെഡ് ചെയ്യുന്നത് ഏതിൽ കൂടിയായിരിക്കണം? മൊസ്കിറ്റോയിൽ കൂടിയായിരിക്കണം. ഓക്കെ, യെസ്. നോക്കാം നമുക്ക് ആദ്യം എലഫൻറ്റിയാസിസ്, അതർവൈസ് കോൾഡ് ഫൈലാരിയാസിസ്. അതിൻ്റെ കാരണം ഫൈലാരിയൽ വേമാണ്, വോച്ചറേരിയ ബാൻക്രോഫ്റ്റി, വോച്ചറേരിയ മലായി. that attack our lymphatic system, lymphatic vessels of lymph, genital organs, mammary glands. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഏത് വഴിയാണ്? മൊസ്കിറ്റോ. ഏത് മൊസ്കിറ്റോ? ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോ വഴി സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നോക്കിയേ, ഇൻ വിച്ച് ഡിസീസ് ഡസ് മൊസ്കിറ്റോ ട്രാൻസ്മിറ്റഡ് പാത്തജൻ കോസ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽ എന്ന് പറയുമ്പോൾ മക്കളെ ആൻസർ എന്താ വരിക? എലഫൻറ്റിയാസിസ്. അസ്കാരിയാസിസ്, വേം ട്രബിൾ, അതിന് കാരണം അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് എന്ന ഹ്യൂമൻ റൗണ്ട് വേമാണ്. അത് നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യുന്നത് നമ്മൾ അലിമെൻ്ററി കനാലിനാണ് ഇൻഫെക്റ്റ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. അത് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടിയാണ്. അപ്പോൾ അത് ആൻസർ വരില്ല. റിംഗ് വേം ഡിസീസ്, വട്ടച്ചൊറി, അതിന് കാരണം ഫംഗസ് ആയിട്ടുള്ള മൈക്രോസ്പോറം ട്രൈക്കോഫൈറ്റൺ എപ്പിഡെർമോഫൈറ്റൺ. അത് നമ്മൾ സ്കിന്ന് സ്കാൽപ്പിനെയാണ് എന്ത് ചെയ്യുക? അഫക്റ്റ് ചെയ്യുക. അത് സ്പ്രെഡ് ചെയ്യുന്നൊരു ഡയറക്റ്റ് കോൺടാക്റ്റ് വഴിയാണ്. ഷെയറിങ് യൂട്ടൻസിൽസ്, സാധനങ്ങൾ, ബുക്ക്, കോമ്പ്, കർച്ചീഫ് അല്ലേ, മൗസ്, പെന്ന് ഷെയർ ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ അതും വരില്ല. ദെൻ അമീബിയാസിസ്. അമീബിയാസിസ് ഈസ് അമീബിക് ഡിസെൻട്രി. അതിന് കാരണമായ പ്രോട്ടോസോവ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, അതൊരു മോണോജെനറ്റിക് പാരസൈറ്റാണ്. നമ്മുടെ അലിമെൻ്ററി കനാലിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുക. അത് സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്,
മെക്കാനിക്കൽ കാരിയറായിട്ട് നമ്മൾ അവിടെ ആരെ കാണാം? മെക്കാനിക്കൽ കാരിയർ ആയിട്ട് നമുക്ക് ഹൗസ് ഫ്ലൈ കാണാം. ഇറ്റ്സ് എ മെക്കാനിക്കൽ കാരിയർ, നോട്ട് എ വെക്ടർ. മെക്കാനിക്കൽ കാരിയർ. വെക്ടർ എന്ന് പറയുമ്പോൾ അത് പാത്തോജനെ ക്യാരിയും ചെയ്യും. ആ പാത്തോജൻ്റെ ലൈഫ് സൈക്കിൾ കൂടി ഒരു വെക്ടറിൽ നടക്കും. ഇത് കാരിയർ എന്താ? ഒള്ളി പാത്തോജനെ ക്യാരി ചെയ്യുന്നു മാത്രമല്ല. ഒരു സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്ക് പാത്തോജനെ ക്യാരി ചെയ്യുന്നു മെക്കാനിക്കൽ കാരിയർ. പക്ഷെ വെക്ടർ അങ്ങനല്ല, ക്യാരി ചെയ്യുന്നു പാത്തോജനെ. അതേ സമയത്ത് ആ പാത്തോജൻ്റെ ലൈഫ് സൈക്കിൾ കൂടി ആ അനിമൽ നടക്കുന്നെങ്കിൽ അതിനെ വെക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണക്കാക്കാം. അപ്പോൾ മക്കളെ, ഇതോടുകൂടി ഈ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികം എക്സാമിന് 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ചാപ്റ്ററിൻ്റെ 35ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ, പുതിയ പോയിൻറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈവ് സെഷൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, NCERT മസ്റ്റായിട്ട് പഠിക്കണം. ലൈൻ ബൈ ലൈൻ NCERT വായിക്കുക. NCERT തിയറി പാർട്ട് മാത്രം വായിച്ചാൽ പോരാ, ഓരോ ചാപ്റ്ററിൻ്റെയും പിറകിൽ കാണുന്ന സമ്മറി പാർട്ട് കൂടി നിങ്ങൾ പ്രത്യേകം വായിക്കാൻ ശ്രദ്ധിക്കണം. കാരണം തിയറി പാർട്ടിൽ ഇല്ലാത്ത പല പോയിൻറ്റ്സും സമ്മറിൽ ഉണ്ട്. അപ്പോൾ NCERT നന്നായിട്ട് പഠിച്ച് പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് എല്ലാവരും നന്നായിട്ട് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതിലുപരി ഹെൽത്തി ആയിരിക്കുക. അപ്പോൾ എല്ലാവരും ടെൻഷൻ ഇല്ലാതെ നന്നായിട്ട് എക്സാം മതി. എല്ലാ മക്കൾക്കും നീറ്റ് എക്സാം ലഭിക്കട്ടെ, പാസ്സാവട്ടെ, വമ്പിച്ച വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.